കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശ്രീമദ് ഭാഗവതത്തിന്റെ സയൻസ് ഓഫ് കൃഷ്ണ, അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിക്കും ശ്രീമദ് ഭാഗവതം പല രീതിയിൽ വിവർത്തനം നടത്താറുണ്ട്. അതായത് പല കോണിൽ നിന്നും ശ്രീമദ് ഭാഗവതത്തെ വീക്ഷിച്ചിട്ട് പലരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കാരണം അതെല്ലാം സത്യത്തിനെ ബേസ് ചെയ്തായതുകൊണ്ട് അതെല്ലാം ശരിയുമാണ്. പക്ഷേ നമ്മൾ പോകേണ്ടത് ശ്രീല പ്രഭുപാദ എന്താണോ ഉദ്ദേശിച്ചത് അതിലൂടെ പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് ശ്രീല പ്രഭുപാദ നമുക്ക് ഭാവാർത്ഥത്തിലൂടെ വിവരിച്ചു തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള എളിയ ശ്രമത്തിന്റെ ഇടയിലാണ് അത് മനസ്സിലായത് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ശ്രമം തുടരുന്നത്. അപ്പോൾ ഹരിബോൽ ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഭാഗവതവും മറ്റു വേദങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതിലൂടെ പോയാൽ എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക, മാനവരാശിക്ക് ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. അതിന്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ശരിക്കും ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാണ്ഡോയും സെക്കൻഡ് കാണ്ഡോയും തറവായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി 9 സ്കന്ധം വരെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മെയിൻ ആയിട്ടുള്ള ജ്ഞാനം, ഗുപ്തമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള ജ്ഞാനം ഇരിക്കുന്നത് 1-ാം സ്കന്ധത്തിലും 2-ാം സ്കന്ധത്തിലാണ്. കാരണം ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തിയത്, ഭഗവാൻ എങ്ങനെയാണ് ഇതെല്ലാം നിലനിർത്തുന്നത്, ഭഗവാൻ എങ്ങനെയാണ് ഇതെല്ലാം അനിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രളയത്തിൽപ്പെടുത്തുന്നത് എന്നതിനെ പറ്റി വിശദമായി വിവരിക്കുന്നത് ഫസ്റ്റ് കാണ്ഡോയിലും സെക്കൻഡ് കാണ്ഡോയിലുമാണ്. അപ്പൊ ഈ 2 സ്കന്ധവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ ഭൗതികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ശ്രമം അതിനാണ്. അപ്പോ ഹരിബോൽ ഹരേ കൃഷ്ണ. അതിനു മുമ്പായിട്ട് ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. श्रीला प्रभुपाद की जय. गुरु महाराज की जय. नित्याय गौर പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ശ്രീല വ്യാസദേവൻ ഭഗവാനെ എപ്രകാരം ഗ്ലോറിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവാനെ നമുക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ ആദ്യമേ തുടങ്ങുന്നത് 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ജന്മാദിയസ്യ എന്നാണ്. ജന്മാദിയസ്യ എന്ന് പറയുന്ന ആ ശ്ലോകത്തിന്റെ ആദ്യത്തെ ലൈൻ യഥാർത്ഥത്തിൽ ശ്രീല വ്യാസദേവൻ എടുത്തിരിക്കുന്നത് വേദാന്ത സൂത്രത്തിന്റെ 2-ാമത്തെ വരിയാണ്. 1-ാമത്തെ വരിയാണ് അതാതോ ബ്രഹ്മ ജിജ്ഞാസ. വേദാന്ത സൂത്രത്തിന്റെ ആദ്യത്തെ ശ്ലോകമാണ് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് തുടങ്ങുന്നത്. അതിന്റെ 2-ാമത്തത് ജന്മാദിയസ്യ എന്ന് തുടങ്ങുന്നു. ആ ജന്മാദിയസ്യ വെച്ചിട്ടാണ് ശ്രീ ഭാഗവതം ശ്രീല വ്യാസദേവൻ രചിക്കാൻ തുടങ്ങിയത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീല വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിക്കാൻ ഇടയായതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ചെറിയൊരു വിവരണം പറയാം. അതായത് വ്യാസദേവൻ എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം രചിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് പരിപൂർണ സംതൃപ്തി തോന്നിയില്ല. കാരണം വ്യാസദേവൻ എന്തിനാണ് വേദങ്ങൾ രചിച്ചതെന്ന് ചോദിച്ചാൽ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണം, എങ്ങനെയാണ് മനുഷ്യ ജന്മം സഫലമാക്കേണ്ടത് എന്നത് വ്യക്തമാക്കാനാണ് വേദങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ വേദങ്ങൾ ആദ്യം ഒന്നായിരുന്ന വേദത്തിനെയാണ് വ്യാസദേവൻ 4 വേദങ്ങളാക്കി കലിയുഗത്തിലെ നമ്മൾക്കായിട്ട് തന്നിരിക്കുന്നത്. കാരണം കലിയുഗത്തിലെ ആൾക്കാർക്ക് ബുദ്ധി വളരെ കുറവും ആയുസ് വളരെ കുറവും ഭാഗ്യം വളരെ കുറവുമാണ്. അത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തില് ഒന്നായിരുന്ന വേദത്തിനെ 4 ആയിട്ട് തരംതിരിച്ചു തന്നു.
നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഏത് വേദത്തിനെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ മൊത്തത്തിലുള്ള വേദങ്ങളെ വ്യാസദേവൻ 3 രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആദ്യത്തെ 90% കർമ്മകാണ്ഡമാണ്, രണ്ടാമത് 7% ജ്ഞാനകാണ്ഡമാണ്, അവസാനം വരുന്ന 3% മാത്രമാണ് ഉപാസനാ കാണ്ഡത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവസാനം വേദത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ഗോവിന്ദനെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഭക്തിയുത സേവനത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതായത് എന്താണ് ധർമ്മം നമ്മൾ ത്യജിക്കേണ്ടത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷ ഈ 4 പുരുഷാർത്ഥങ്ങളെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വേ ടു മോക്ഷമാർഗം, അതായത് ഭഗവാനെ മാത്രം അപ്രോച്ച് ചെയ്യാൻ എന്നതാണ് ശ്രീമദ് ഭാഗവതം. അല്ല, അതിനെ ഭാഗവത ധർമ്മം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഭാഗവത ധർമ്മത്തിനെ 5ാമത്തെ പുരുഷാർത്ഥം എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഫസ്റ്റ് ശ്ലോകം ഒന്ന് ചൊല്ലാൻ പറ്റുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യേതോ അന്വയാദിതരതശ്ചാർദ്ദേഷു അഭിജ്ഞസ്വരഃ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തസ്സർഗോ മുഷ്ടാം ധാമ്നാ സ്വേന സദാ നിരസ്തകുഹരം സത്യം പദം ധീമഹി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശരിക്കും 1ാമത്തെ ഈ ശ്ലോകം വ്യാസദേവൻ സാക്ഷാൽ ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം നമ്മളും അതുകൊണ്ടാണ് ജയരാധ മാധവ ചൊല്ലി, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി, ഗുരു പ്രണാമം ചൊല്ലി എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഗുരുവിന്റെയും ഭഗവാന്റെയും മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കുറച്ചെങ്കിലും പറയാനും സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വ്യാസദേവൻ ഭഗവാനെ പറ്റി പറയാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്ന ഓരോ വരിയുടെ അർത്ഥം തന്നെയാണ് മൊത്തത്തിലുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ വിവരണവും. അപ്പൊ ആദ്യമേ വ്യാസദേവൻ തുടങ്ങുന്നത് ജന്മാദിയസ്യ എന്നാണ്. എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? ജന്മാദിയസ്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് സാക്ഷാൽ വസുദേവ കൃഷ്ണനാണ് എന്നാണ് നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ളത് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എന്നാണ്. അപ്പോ എന്താണ് വ്യാസദേവൻ ഉദ്ദേശിച്ച സൃഷ്ടിസ്ഥിതി സംഹാരം, നമ്മൾ കേട്ടിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വർ നടത്തുന്ന സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമായാലും ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് നടത്തിപ്പോരുന്നത്. അതായത് ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ സൃഷ്ടി നടത്തുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭരിക്കുന്നത്. അപ്പൊ ത്രിമൂർത്തികളുടെ മെയിൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വർ ഇവരുടെ ആദ്യം കൃത്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോ ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഗർഭോദകശായി വിഷ്ണുവിന്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് പൂജാതനായത് എന്ന് മനസ്സിലായി. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് സാക്ഷാൽ വിഷ്ണു ആണ് എന്ന് മനസ്സിലായി. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ, ആരാണ് കേമൻ എന്ന്. സാധാരണ ജനങ്ങളും പറയാറുണ്ട് ശിവനാണ് സുപ്രീം, അല്ലെങ്കിൽ ബ്രഹ്മാവാണ് സുപ്രീം, അല്ലെങ്കിൽ വിഷ്ണു ആണ് സുപ്രീം എന്ന് പറയാറുണ്ട്. യഥാർത്ഥ സത്യം എന്തെന്നാൽ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ച വിഷ്ണു ആണല്ലോ, നമുക്ക് ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണല്ലോ ബ്രഹ്മാവ് വന്നിരിക്കുന്നത്. അപ്പോ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആളായിരിക്കണമല്ലോ തീർച്ചയായിട്ടും വലിയ ആള്, അല്ലെങ്കിൽ സുപ്രീം ആയിരിക്കുക. ഇനി ശിവൻ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിന്റെ പുരികങ്ങൾക്കിടയിലൂടെയാണ് രുദ്രൻ വന്നത്. അതും ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വിഷ്ണു,
അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് ബ്രഹ്മാവ്, അതിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് ശിവൻ. ഇനി ഇവര് മൂന്നുപേരുമാണ് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. അതിന് നടത്താൻ വേണ്ടിയിട്ട് ഭഗവാനാൽ തന്നെ ഭഗവാന്റെ മഹത്തത്വം എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ഫോമിലുള്ള ഒരു അവശിഷ്ടം, അതിൽ നിന്ന് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, അതായത് സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതാണ് ഭഗവാൻ ആദ്യമായി സൃഷ്ടിച്ചത് ഭൗതിക ലോകത്തിനു വേണ്ടി. ആ ഭൗതിക ലോകത്തിന് വേണ്ടി സൃഷ്ടിച്ച രജോ ഗുണം, തമോ ഗുണം, സത്വ ഗുണം, ഈ മൂന്നിന്റെയും അധിപന്മാരായിട്ടാണ് ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരെ ഭഗവാൻ നിയമിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഗർഭോദകശായി വിഷ്ണു ഇനി അദ്ദേഹത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കുമ്പോഴാണ് വ്യാസദേവൻ ഉദ്ദേശിച്ച ജന്മാദിയസ്യ നമുക്ക് മനസ്സിലാവുക. അതിനു മുമ്പായിട്ട് നമുക്ക് ഭഗവാനെ പറ്റി കുറച്ച് മനസ്സിലാക്കാം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ് സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയാറ്. വേറെ ഒരു ദേവി ദേവന്മാരെ നമ്മൾ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയാൻ പറ്റാറില്ല, അല്ലെ? നമ്മൾ ഒരു ദേവനെയും വിളിക്കാറില്ല. ശിവനെയോ അല്ലെങ്കിൽ ബ്രഹ്മാവിനെയോ അല്ലെങ്കിൽ അയ്യപ്പനെയോ അല്ലെങ്കിൽ മുരുകനെയോ ആരെയും തന്നെ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് വിളിക്കില്ല. ആകെ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ് സച്ചിദാനന്ദ വിഗ്രഹ എന്ന് നമ്മൾ വിളിക്കാറ് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാറ്. എന്താണ് സച്ചിദാനന്ദ വിഗ്രഹത്തിന്റെ അർത്ഥം? ശരിക്കും അത് സംസ്കൃത വാക്കാണ്. നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കും പോലെ മനസ്സ്, അത് അങ്ങനെ അല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. സംസ്കൃതത്തിലുള്ള അർത്ഥം എന്തെന്ന് വെച്ചാല് സത്ത് എന്ന് പറഞ്ഞാൽ സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹ എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് അർത്ഥം. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സത്ത് എനർജിയുടെയും ചിത് ശക്തിയുടെയും ആനന്ദ ശക്തിയുടെയും രൂപമാണ്, പ്രതിബിംബമാണ്. അതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ ഈ സത്ത് എനർജിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന സകല വിസ്തരണങ്ങളും അവതാരങ്ങളും ഉണ്ടായത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിച്ചു കൊടുക്കുന്നിടത്ത് ഒരു ശ്ലോകമുണ്ട്. ശ്ലോകം 3-ാമത്തെ അധ്യായത്തില് സത്ത് ശക്തിയിൽ നിന്നാണ് ആദ്യത്തെ ചതുർവ്യൂഹം വന്നത് എന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൊട്ടടുത്തുള്ള ഒരു വിസ്തരണം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് പരിപൂർണമായിട്ടും വന്ന ആദ്യത്തെ വിസ്തരണമാണ് സാക്ഷാൽ ബലറാം. നമുക്ക് ആർക്കും ബലറാമിന്റെ സുപ്രീമസി നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. സാധാരണ രോഹിണി സുതനായിട്ടുള്ള ബലറാമിനെ മാത്രം, കൃഷ്ണന്റെ ചേട്ടനായ ബലറാം എന്ന് മാത്രമേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ഭാഗവതം പറയുന്നു ഭഗവാനിൽ നിന്ന് സച്ചിദാനന്ദ വിഗ്രഹ സ്വരൂപനായ സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ നിന്നും സത്ത് എനർജിയിലെ ആദ്യത്തെ വിസ്തരണമാണ് ബലറാം എന്നാണ് പറയുന്നത്. ആ ബലറാമിൽ നിന്നാണ് പിന്നെ തുടർന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ വിസ്തരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യത്തെ ചതുർവ്യൂഹമായ പ്രദ്യുമ്ന, അനിരുദ്ധ, വസുദേവ, സംഘർഷണ, ഈ 4 ചതുർവ്യൂഹങ്ങൾ ആ ബലറാമിൽ നിന്നും വിസ്തരിച്ചു. ആ ബലരാമനിൽ നിന്നും വിസ്തരിച്ച ഈ സംഘർഷണയിൽ നിന്നാണ് ആദ്യത്തെ വിസ്തരണമായ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വിസ്തരണമായ നാരായണ ഫോം, ചതുർഭുജ ഫോം, 400 ഫോമുള്ള നാരായണ ഫോം വന്നത്, ആവിർഭവിച്ചത്. ആ നാരായണ ഫോമിൽ നിന്ന് വീണ്ടും സെക്കൻഡ് ചതുർവ്യൂഹ വിസ്തരിച്ചു. സെക്കൻഡ് ചതുർവ്യൂഹ വിസ്തരിച്ചത് അതുപോലെ സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വസുദേവ അങ്ങനെ തന്നെയാണ് വിസ്തരിച്ചത്. അപ്പൊ ഈ സെക്കൻഡ് ചതുർവ്യൂഹയിൽ വന്ന ആ സംഘർഷണനെ മഹാസംഘർഷണൻ എന്നും അറിയപ്പെടാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. ഈ മഹാസംഘർഷണനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പുരുഷ അവതാരങ്ങളായ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഇങ്ങനെ 3 വിഷ്ണുക്കൾ ആദ്യത്തെ അവതാരമായിട്ട് വന്നത്. ആദ്യത്തെ പുരുഷ അവതാരം എന്ന് പറയും. അപ്പൊ ആദ്യത്തെ പുരുഷ അവതാരമായ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സത്ത് എനർജിയിൽ നിന്നും മാത്രമാണ് ഇത്രയും വിസ്തരണങ്ങൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പോർഷനായ ചിത് ശക്തി, ചിത് ശക്തിയിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാ ജ്ഞാനവും എല്ലാ അറിവിന്റെയും ഉറവിടമാണ് ചിത് ശക്തി. ഭഗവാന്റെ ചിത് ശക്തിയിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ, ആനന്ദ ശക്തി അല്ലെങ്കിൽ ഹാദിനി ശക്തിയാണ് സാക്ഷാൽ ശ്രീമതി രാധാറാണി. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹാദിനി ശക്തിയുടെ പേഴ്സണിഫൈഡ് ഫോം ആണ് ശ്രീമതി രാധാറാണി.
അല്ലാതെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഹീറോയിൻ അല്ല രാധാകൃഷ്ണൻ. ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് രാധ, രാധ തന്നെയാണ് കൃഷ്ണൻ. അവർ രണ്ടുപേരും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് രൂപത്തിൽ നമുക്ക് ദർശനം തരുന്നു എന്നേ ഉള്ളൂ. അപ്പൊ കാതിനി ശക്തിയുടെ പേഴ്സണിഫൈഡ് രൂപമാണ്. കാതിനി എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം. ആ സന്തോഷത്തിന്റെ രൂപമാണ് ശ്രീമതി രാധാറാണി. രാധാറാണിയുടെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം എന്തൊരു നല്ലൊരു തേജോമയമായ ആ പുഞ്ചിരി, ആ സ്നേഹം, ആ വാത്സല്യം, ആ സന്തോഷം എല്ലാത്തിന്റെ ഉറവിടമായ ശ്രീമതി രാധാറാണി. ഭഗവാനും ഒന്ന് തന്നെയാണ്. സച്ചിത് ആനന്ദ വിഗ്രഹ എന്ന് പറയുമ്പോൾ ബലറാമും ഭഗവാനും ജ്ഞാനവും ആനന്ദവും കൂടി ചേർന്ന, നാലും കൂടെ ചേർന്നതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഇത്രയും വിസ്തരണങ്ങൾ വന്നത്. ആ വിസ്തരണങ്ങളിൽ നിന്നാണ് ആദ്യത്തെ പുരുഷ അവതാരമായ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു വന്നത്. ഇതിൽ ഗർഭോദകശായി വിഷ്ണുവിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് ഉള്ളിലുള്ള ഒരു സൃഷ്ടികർമ്മം നടത്താനായിട്ട് ഗർഭോദകശായി വിഷ്ണു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതെങ്ങനെ വന്നു എന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ പുരുഷാവതാരമായ ഈ കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ബബിൾസ് മാതിരി വന്നു. ഗോൾഡൻ എഗ് എന്നാണ് പറഞ്ഞിരിക്കുന്ന പ്രഭുപാദ്. ഗോൾഡൻ എഗ് എന്ന് പറഞ്ഞാല് സ്വർണ്ണ കളറില് മുട്ടയുടെ ഷേപ്പുള്ള ബബിൾസ് വന്നു. ചെറിയ ബബിൾ വന്ന് വലിയ ബബിളായിട്ട് ഇങ്ങനെ വന്നു. അസംഖ്യം ബബിൾസുകൾ വന്നു. ഈ ഓരോ ബബിൾസും ആണ് ഓരോ ബ്രഹ്മാണ്ടങ്ങളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ ഓരോ ബബിൾസിനകത്തും അല്ലെങ്കിൽ ഓരോ ബ്രഹ്മാണ്ടത്തിന്റെ അകവും ആദ്യം ശൂന്യവും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. അത് ബബിൾസ് ഇങ്ങനെ വന്നപ്പോ അതിന്റെ അകം ശൂന്യം, അതിന്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രകാശവും ഉണ്ടായിരുന്നില്ല, ശൂന്യമായിരുന്നു. ഈ ശൂന്യമായ ബ്രഹ്മാണ്ടത്തിന്റെ അകത്തേക്ക് രണ്ടാമത്തെ പുരുഷാവതാരമായ ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കും. അപ്പൊ ആദ്യത്തെ പുരുഷാവതാരമാണ് കാരണോദകശായി വിഷ്ണു, രണ്ടാമത്തെ പുരുഷാവതാരമാണ് ഗർഭോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് വന്ന ബ്രഹ്മാണ്ടത്തിന്റെ അകത്തേക്ക് ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുമ്പോൾ അതിന്റെ അകം പ്രകാശമാനമാകും. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഭഗവാന്റെ ശരീരകാന്തി അത്രത്തോളം തേജോമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബ്രഹ്മാണ്ടത്തെ മൊത്തം പ്രകാശമാനമാക്കാൻ ശക്തിയുള്ള ആ തേജോമയ രൂപമായ ഗർഭോദകശായി വിഷ്ണു ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പ് കണങ്ങൾ വീണ് ഗർഭ ഓഷൻ രൂപം കൊള്ളുകയും ചെയ്യും. ഗർഭ ഓഷൻ എന്ന് വെച്ചാൽ ഗർഭക്കടൽ. ആ ബ്രഹ്മാണ്ടത്തിന്റെ ഏകദേശം പകുതിയോളം ആ കടൽ കൊണ്ട് നിറയും. ആ നിറഞ്ഞ ഗർഭക്കടലിലാണ് അനന്തശേഷന്റെ മേൽ ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്നത്. ഈ അനന്തശേഷൻ മറ്റാരുമല്ല, സാക്ഷാൽ ഭഗവാൻ ബലരാമനാണ്. ബലരാമനാണ് എല്ലാ സമയവും സദാസമയവും ഭഗവാന്റെ സേവനത്തിനായിട്ട് തയ്യാറായി വന്നിരിക്കുന്നത്. നമുക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ദ്വാരകയിലല്ല, ഭഗവാൻ ജനിച്ച ആ കൽത്തുറങ്കിൽ നിന്ന്, കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് വാസുദേവർ ആ കുഞ്ഞു കൃഷ്ണനെ എടുത്ത് യശോദമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യമുന നദി കടക്കുന്ന വേളയില് വലിയ മഴ, ഭയങ്കരമായ മഴ. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാല് ഇന്ദ്രാദി ദേവന്മാർക്ക് ഭഗവാനെ നേരിട്ട് കാണണം, ആ കൃഷ്ണരൂപം കാണണം. മനുഷ്യരൂപത്തില് ഭഗവാൻ അവതരിച്ചത് കാണാൻ വേണ്ടി പ്രകൃതിയിലുള്ള സകലമായ ജനങ്ങളുടെയും അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെയും ഒക്കെ ശ്രദ്ധ ഭഗവാനിലേക്ക് വന്നപ്പോ ഇന്ദ്രന്റെ അമിത ആഹ്ലാദം കൊണ്ട് പെരും മഴ പെയ്യാണ്. ആ മഴ ആ കുഞ്ഞിനും വസുദേവർക്ക് നനയാതിരിക്കാൻ ഉടനെ തന്നെ ആദ്യത്തെ വിസ്തരണമായ ബലറാം കൊടയായി സർപ്പമായിട്ട് ഇങ്ങനെ പത്തി പിടിച്ച് മഴ നനയാതെ ഭഗവാനെ അക്കരെ കടത്താനായിട്ട് സഹായിച്ചു. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ബലറാം വിസ്തരിച്ചത് തന്നെ ഭഗവാന്റെ ആദ്യത്തെ സേവകനായിട്ടാണ്. ഭഗവാൻ ഭോക്താവും നമ്മളെല്ലാവരും ഭഗവാനെ സേവ ചെയ്യുന്നവരുമാണ്. അപ്പൊ ആദ്യത്തെ വിസ്തരണമായ ബലറാം ഭഗവാനെ സദാസമയവും സേവ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ സദാസമയവും സേവ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വനത്തിൽ പോയപ്പോഴും സീതാദേവി അന്വേഷിച്ച് പോയപ്പോഴും ഒക്കെ ശ്രീരാമചന്ദ്രന്റെ കൂടെ ലക്ഷ്മണനുണ്ട്. ഈ ലക്ഷ്മണൻ തന്നെയാണ് ബലറാം, അല്ലെങ്കിൽ ബലറാമിൽ നിന്നാണ് ലക്ഷ്മണൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ വിസ്തരണങ്ങളും എല്ലാ അവതാരങ്ങളും ആവിർഭവിച്ചത് സാക്ഷാൽ ബലറാമിൽ നിന്നാണ്. ഈ ബലറാം വന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സത് ശക്തിയാണ്, സത്ത് എനർജിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗർഭോദകശായി വിഷ്ണു ബ്രഹ്മാണ്ടത്തിനുള്ളിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഗർഭ ഓഷൻ ഉണ്ടായി. അങ്ങനെ അനന്തശേഷന്റെ മേൽ ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്നു.
അദ്ദേഹത്തിന്റെ നേവലിൽ നിന്നാണ്, പൊക്കിൾ കൊടിയിൽ നിന്നാണ് ഒരു താമരത്തണ്ട് വരികയും ആ താമരത്തണ്ടിൽ ഒരു താമരപ്പൂവ് ആവിർഭവിക്കുകയും ആ താമരപ്പൂവിനുള്ളിലാണ് ബ്രഹ്മാവ് പൂജാതനായത്. അപ്പോ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് ആദ്യമായിട്ട് ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു, വേറെ ഒന്നുമില്ല അവിടെ. അപ്പോ ഗർഭോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു താമരത്തണ്ട് വരുന്നു, അതിലൊരു താമരപ്പൂ വിരിഞ്ഞു, ബ്രഹ്മാവുണ്ട്. അപ്പൊ ബ്രഹ്മാവ് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, ചുറ്റും കുറെ അടുത്ത ഭാഗത്തൊക്കെ ഇരുട്ടും, കാരണം താമര പോലത്തെ ഷേപ്പിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു പൂവിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു, ചുറ്റിനും നോക്കിയപ്പോ ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ, പ്രകാശം ഒന്നും കാണുന്നില്ല. അപ്പൊ വിചാരിച്ചു ഈ താമരപ്പൂവിന്റെ അറ്റത്ത് പോയി നോക്കിയാൽ ചിലപ്പോൾ പ്രകാശം കാണുമെന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ സഞ്ചരിച്ച് ആ താമരപ്പൂവിന്റെ അറ്റത്തെത്തി അതിൽ കൂടെ താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ചു നേരം താഴോട്ട് ഇറങ്ങിയപ്പോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, ഫുള്ള് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോ ബ്രഹ്മാവിന് മനസ്സിലായി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ മനോവ്യാപാരം നടത്തുമ്പോ തപ് എന്നൊരു സൗണ്ട് കേൾക്കും, തപ് എന്ന്. അപ്പൊ ബ്രഹ്മാവ് മനസ്സിലാക്കാണ് തപ് എന്നാൽ തപസ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ ഉടനെ ബ്രഹ്മാവ് തിരിച്ചു കയറി താമരപ്പൂവിന്റെ മധ്യത്തിൽ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, തപസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ 10,000-കണക്കിന് വർഷം, ഇഷ്ടംപോലെ വർഷം അനുസ്യൂതം ബ്രഹ്മാവ് കഠിന തപസ്സിൽ ഏർപ്പെട്ടു. ഈ തപസ്സിൽ സംപ്രീതനായിക്കൊണ്ട് ഗർഭോദകശായി വിഷ്ണു അദ്ദേഹത്തിന് ദർശനം നൽകി, ബ്രഹ്മാവിന്റെ മുന്നില് പ്രത്യക്ഷനായി. പുത്ര, കണ്ണു തുറക്കൂ, ഞാൻ പ്രത്യക്ഷനായിട്ടുണ്ടെന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ബ്രഹ്മാവ് കണ്ണു തുറക്കുകയും ചെയ്തു. കണ്ണു തുറന്ന് നോക്കിയ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന തേനേ ബ്രഹ്മഹൃദയെ ആദി കവയെ, അപ്പോ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വിഷ്ണു നേരിട്ട് ആ ജ്ഞാനം, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന ജ്ഞാനം പകർന്നു നൽകി. ആ ജ്ഞാനമാണ് വേദം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ആ വേദങ്ങളാണ് നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ആ ജ്ഞാനം കൊടുത്തത് ഭഗവാൻ തേനെ ബ്രഹ്മഹൃദയെ ആദി കവയെ എന്ന ലൈനിലൂടെ വ്യാസദേവൻ ഗ്ലോറിഫൈ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം വരെയാണ് ഞാനിപ്പോ കവർ ചെയ്തത്. അപ്പൊ അതിലുള്ള കാര്യങ്ങളാണ് സംക്ഷിപ്തമായിട്ട് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ വ്യാസദേവൻ ഗ്ലോറിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഭഗവാന്റെ ആ സുപ്രീമസി, ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്, എങ്ങനെയാണ് നിലനിർത്തുന്നത്, എങ്ങനെയാണ് അനിലേറ്റ് ചെയ്യുന്നത്, ഇത് മൊത്തമാണ് നമ്മൾ ഭാഗവതത്തിൽ ഉടനീളം മനസ്സിലാക്കി വരുന്നത്. രണ്ടാമത്തെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാല് എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ സേവ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു ഭക്തൻ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്, അവസാനം മോക്ഷമാർഗമായിട്ട് നമ്മള് വൈകുണ്ഠ ലോക പ്രാപ്തി നേടുന്നത് എങ്ങനെ എന്നാണ് 6, 7, 8, 9 സ്കന്ധങ്ങളിലൂടെ വിശദമാക്കുന്നത്. അതിലെല്ലാം ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്. പൃഥു മഹാരാജ്, പ്രഹ്ലാദ് മഹാരാജ്, ധ്രുവ മഹാരാജ്, ഇങ്ങനെയുള്ള നല്ല നല്ല ഡിവോട്ടികളെ പറ്റി, ഭക്തന്മാരെ പറ്റി നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലി നമുക്ക് ഏത് ഇഷ്ടപ്പെടുന്നുവോ അത് നമുക്ക് അനുസരിച്ച് ജീവിക്കാം. അപ്പോ ഒരു രാജകീയ പദവിയിൽ ഇരിക്കുന്ന രാജാവ് മുതൽ 5 വയസ്സുള്ള ഒരു കുട്ടി മുതൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ശിശു മുതൽ സാധാരണ ഒരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്ന ജഡഭരതൻ, അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഉത്തമ ഭക്തനാക്കി ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന ഒരു മാർഗം കാണിച്ചു തരികയാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഭാഗവത ധർമ്മത്തെ 5-ാമത്തെ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. 4 പുരുഷാർത്ഥങ്ങൾ വേദങ്ങളിലൂടെയും 5-ാമത്തെ പുരുഷാർത്ഥം ഭാഗവതത്തിലൂടെയും നമുക്ക് പിന്തുടരാവുന്നതാണ്. കലിയുഗത്തിലെ ആൾക്കാർക്ക് 4 പുരുഷാർത്ഥങ്ങളിലൂടെ വേദങ്ങളിലൂടെ പഠിച്ചാൽ നമുക്ക് ആയുസ് വളരെ കുറവായതുകൊണ്ട് അതെല്ലാം ഗൃഹസ്ഥമാക്കി മോക്ഷം നേടാൻ വളരെയധികം ആയുസ് വേണ്ടി വരും. കലിയുഗത്തിലെ ആൾക്കാർക്ക് ആയുസ് കുറവായതുകൊണ്ട് നമുക്ക് ഭാഗവത ധർമ്മം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ അൾട്ടിമേറ്റ് മോക്ഷമായ വൈകുണ്ഠ ലോക പ്രാപ്തി അല്ലെങ്കിൽ ഗോലോകധാമത്തിൽ എത്താൻ സാധിക്കും. ഇതാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോ 1-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം വരെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 6-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്, 6-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താണ് പ്രഭു? കണ്ണാടിയില്ല. 6-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താണ്? സംഭാഷണം. നാരദ മഹർഷി വ്യാസദേവന് എങ്ങനെയാണ് ഈ ജ്ഞാനം പകർന്നു നൽകിയത് എന്നുള്ള സംഭാഷണമാണ് അവിടെ പ്രതിപാദിക്കുന്ന 6-ാം അധ്യായത്തില്.
അപ്പൊ അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. വ്യാസദേവൻ മെഡിറ്റേഷനിൽ ഇരിക്കുകയും നാരദ മഹർഷി മുന്നിൽ പ്രത്യക്ഷനാവുകയും അപ്പോ അപ്രകാരം നാരദ മഹർഷി അഡ്വൈസ് ചെയ്യാണ്, അല്ലയോ വ്യാസദേവ, നീ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വേദങ്ങളെല്ലാം രചിച്ചു, അതിനെല്ലാം ഉപനിഷത്തുകൾ രചിച്ചു, അതിനു പകരം പുരാണങ്ങൾ രചിച്ചു, ഇതിഹാസങ്ങൾ രചിച്ചു, അങ്ങേറ്റം വേദാന്ത സൂത്രം വരെയും രചിച്ചു. എന്നിട്ടും നിനക്ക് തൃപ്തി തോന്നുന്നില്ലെങ്കിൽ അതെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനും തൃപ്തി തോന്നില്ല എന്നത് സ്വാഭാവികമാണ്. അപ്പോ മാനവരാശിക്ക് അൾട്ടിമേറ്റ് സന്തോഷം ലഭിക്കാൻ, ഏറ്റവും പരമോന്നതമായ ആനന്ദം ലഭിക്കണമെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി അല്ലെങ്കിൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഗോവിന്ദനെ പറ്റി വിവരിക്കണം. എങ്ങനെ മാനവരാശിക്ക് ഭഗവാനെ സമീപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിൽ എത്താൻ സാധിക്കും എന്ന ശാസ്ത്രം നീ വിവരിക്കാത്തത് കൊണ്ടാണ് നിനക്ക് പരിപൂർണമായ സംതൃപ്തി ലഭിക്കാത്തത് എന്ന് നാരദ മഹർഷി തന്റെ ജീവചരിത്രം വിവരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നാരദ മഹർഷിയുടെ ജന്മം എന്നുള്ളത് വിശദമായിട്ട് ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇരുന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു മാസം കൊണ്ട് 12 സ്കന്ധം തീർക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത 7ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താ പ്രഭു? ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഇത് ഇത്രയും 6ാമത്തെ അധ്യായം വരെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ, ഭക്തന്റെ ഗ്ലോറിഫിക്കേഷൻ, വ്യാസദേവന്റെ ഗ്ലോറിഫിക്കേഷൻ, എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊരു ചെറിയൊരു വിവരണം 6 അധ്യായം വരെ തന്നു. ഇനി 7ാമത്തെ അധ്യായത്തില് ഭാഗവത എങ്ങനെയാണ് കലിയുഗത്തിലെ ആൾക്കാർക്കായിട്ട് ഈ 12 സ്കന്ധത്തിലായിട്ട് കിട്ടിയത് എന്നതിന്റെ ചരിത്രം വിവരിക്കുകയാണ് അടുത്ത് തുടങ്ങുന്നത്. അതായത് ദ്രോണപുത്രൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹാഭാരത കഥകൾ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദ്രോണപുത്രൻ എന്ന് പറഞ്ഞാല് അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവ് എന്ന് പറഞ്ഞാല് കൗരവരുടെ പക്ഷത്തുള്ള അല്ലെങ്കിൽ ദുര്യോധനന്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിക്കൊണ്ട് പാണ്ഡവ പക്ഷത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച ആളാണ് അശ്വത്ഥമാവ്. ഈ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് പാണ്ഡവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട എല്ലാ ശിശുക്കളെയും എല്ലാ പുത്രന്മാരെയും വധിച്ചുകൊണ്ടാണ് ദുര്യോധനാദികളോട് നന്ദി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത്. അവസാനം അശ്വത്ഥമാവ് നോക്കുമ്പോൾ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിനെയും, ഉത്തര എന്ന് പറയുന്നത് അർജുനന്റെ പുത്രന്റെ ഭാര്യയാണ്, അഭിമന്യുവായ പുത്രന്റെ ഭാര്യയാണ് ഉത്തര. ആ അഭിമന്യുവിന്റെ ശിശുവാണ് ഉത്തരയുടെ ഗർഭത്തിലുള്ളത്. അതിനെ കൂടെ ഉന്മൂലനം നടത്തി കഴിഞ്ഞാൽ പാണ്ഡവ കുലം ഒന്നാകെ മുടിഞ്ഞു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ള ചിന്ത കാരണം ഈ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന്റെ നേർക്ക്. അപ്പോ ആ ശിശുവിനെ ഭഗവാന്റെ പരമഭക്തനായതുകൊണ്ടും അർജുനൻ ഭഗവാന്റെ സുഹൃത്തായതുകൊണ്ടും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ തീർച്ചയായിട്ടും ധർമ്മം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മഹാഭാരത യുദ്ധം മൊത്തം നടന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ആ ധർമ്മം നിലനിർത്തണമെങ്കിൽ പാണ്ഡവ പക്ഷത്തുള്ള ഒരു ശിശു ജീവിച്ചിരിക്കണം എന്നത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെയാണ് ഇപ്പോ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കരിയിച്ചു കളഞ്ഞത്. ഗർഭത്തിൽ വെച്ച് തന്നെ കരിയിച്ചു കളഞ്ഞു. ആ സമയത്ത് കരിഞ്ഞ സമയത്ത് തന്നെ ഭഗവാൻ പരമാത്മ രൂപേണ ആ ഗർഭത്തിൽ പ്രവേശിക്കുകയും ആ ശിശുവിന് പുനർശരീരം നൽകുകയും ചെയ്തു. അങ്ങനെ ആ ശിശുവിന് ജനിക്കുകയും ആ ജനിച്ച പാട് ആ ശിശു നോക്കുകയാണ്, 4 പാട് നോക്കുകയാണ്. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ കണ്ട ആ രൂപം എവിടെ എവിടെയെന്ന് ഇങ്ങനെ എല്ലാ മുഖങ്ങളിലും മാറി മാറി നോക്കുന്നു. സാക്ഷാൽ വിഷ്ണു 4 ഹാൻഡഡ് ഫോമുള്ള വിഷ്ണു രൂപം ആ ശിശു ഉദരത്തിൽ വെച്ച് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ കാണുകയാൽ ആ ശിശുവിന്റെ കണ്ട ആ രൂപത്തെ വിശദമായിട്ട് ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. ചതുർഭുജനും മഞ്ഞ പട്ടുവസ്ത്രധാരിയായിട്ടുള്ള വളരെയധികം നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ആ രൂപത്തെ ആ ശിശു പുറത്തു വന്നതിന് ശേഷം 4 പാടും വീക്ഷിക്കാണ് എവിടെ എവിടെ എവിടെയെന്ന്. അതുകൊണ്ട് ആ കൂടെ അസംബിൾഡ് ആയിരുന്ന സേജസുകള്, അവിടെ സന്നിഹിതരായിരുന്ന മഹർഷിമാര് ആ ശിശുവിനെ പരീക്ഷിത്ത് എന്ന് നാമകരണം ചെയ്തു. അപ്പൊ ഈ പരീക്ഷത്തിന് ഇങ്ങനെ ഭഗവാന്റെ മേഴ്സി അല്ലെങ്കിൽ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആ ഗർഭാവസ്ഥയിൽ ഇരുന്ന് തന്നെ ലഭിച്ചതിനാൽ ഭഗവാന്റെ പരമഭക്തനായിട്ട് തന്നെ മാറി. ആ ശിശുവാണ് വളർന്ന് പരീക്ഷിത് മഹാരാജാവായി മാറിയത്. ആ പരീക്ഷത്തിന് പാണ്ഡവരെല്ലാവരും സ്വർഗാരോഹണം ചെയ്യണ സമയത്ത് രാജ്യഭാരം ഏൽപ്പിച്ച് ചക്രവർത്തിയായി അവരോധിച്ച് പാണ്ഡവരെല്ലാവരും സ്വർഗാരോഹണത്തിനായി പോയി. അത് മഹാഭാരത കഥകളിലുണ്ട്.
ശരിക്കും പറഞ്ഞാൽ വേദാന്ത സൂത്രത്തിന്റെ കമന്ററി ആയിട്ട് വരുന്ന ഭാഗവതത്തില്, ശ്രീമദ് ഭാഗവതത്തില് എല്ലാ വേദങ്ങളുടെയും ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു മരത്തിന്റെ കുറെ ചില്ലകളും കുറെ ഇലകളും ഉള്ളതുപോലെ ആ ഇലകളും ചില്ലകളും എല്ലാം തായ്തണ്ടിൽ എപ്രകാരമാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ ശ്രീമദ് ഭാഗവതം എല്ലാ ചില്ലകളെയും എല്ലാ ഉപനിഷത്തുകളെയും എല്ലാ വേദങ്ങളുടെയും സാരമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഓരോ കമ്പുകളിലൂടെ അല്ലെങ്കിൽ കവരങ്ങളിലൂടെ സഞ്ചരിച്ച് അതിലെ എല്ലാ ഇലകളെയും എണ്ണിപ്പറക്കി എല്ലാം മനസ്സിലാക്കി വരേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമാണ് ഏത് വൃക്ഷമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ തായ് തണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ശ്രീമദ് ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദങ്ങളുടെയും എസൻസ് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ വേദങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. വേദങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മോക്ഷമാർഗമായിട്ട് നമ്മൾ എവിടെ എത്തും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം തന്നെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അൾട്ടിമേറ്റ് മോക്ഷമായ വൈകുണ്ഠ ലോക പ്രാപ്തി വരെ നേടാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അപ്പൊ ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് വൈഷ്ണവരെല്ലാവരും ശ്രീമദ് ഭാഗവതത്തെയും ഭഗവത്ഗീതയും പഠിക്കാൻ ശ്രമിക്കുന്നത്. ഭഗവാൻ തന്നെ ഈ ശ്രീ ചൈതന്യ മഹാപ്രഭു ആയിട്ട്, അതായത് ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഇത് രണ്ടും അതീന്ദ്രിയ ജ്ഞാനമാണ്. ഈ അതീന്ദ്രിയ ജ്ഞാനം മാത്രം പഠിച്ചാൽ സർവ വേദങ്ങളും പഠിച്ചതിന് തുല്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം കാരണം അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയാൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതീന്ദ്രനായ ഭഗവാൻ പറയുന്നത് കൊണ്ട് അത് അതീന്ദ്രിയ ജ്ഞാനമാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി പറയുന്നത് കൊണ്ട് അതും അതീന്ദ്രിയമാണ്. കാരണം ഭഗവാൻ അതീന്ദ്രനാണ്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സർവവ്യാപിയായി ഇരിക്കുന്ന അരൂപിയായ ഈശ്വരൻ എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവ്യക്തവാദികൾ ഇത്രത്തോളം കൂടിയിരിക്കുന്നതിന്റെയും കാരണം. കാരണം അവ്യക്തവാദികൾക്ക് വിശ്വാസം സർവവ്യാപിയായി ഇരിക്കുന്നത് ഈ പ്രകാശമാണ്, ആ പ്രകാശത്തിന് ഒരു രൂപമില്ല, അപ്പൊ ഇത് തന്നെയാണ് അൾട്ടിമേറ്റ് ദൈവം എന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. അതിനെയാണ് ബ്രഹ്മൻ റിയലൈസേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ദൈവവിശ്വാസമായ ബ്രഹ്മ വിശ്വാസം, അതായത് ബ്രഹ്മവാദികളൊക്കെ അതാണ് പറയുന്നത്. അവർ പറയുന്നു ഈ പ്രകാശമാണ് യഥാർത്ഥ ദൈവം, ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഭഗവാൻ പറയുന്നു, ഇപ്പൊ നമ്മൾ കണ്ടു ഗർഭോദകശായി വിഷ്ണു ആദ്യം ശൂന്യമായിരുന്ന ബ്രഹ്മാണ്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അകം പ്രകാശമാനമായതെന്ന്. അതിന്റെ അർത്ഥം ഭഗവാന്റെ ശരീരകാന്തി അത്രത്തോളം പ്രകാശമാനമാണ്. കോടി സൂര്യ സമപ്രഭ എന്നാണ് ഭഗവാനെ പറ്റി പറയുക. ആ അത്രയും കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശം ജ്വലിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ പ്രകാശത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്ന പ്രകാശം. ഇത് ബ്രഹ്മവാദികൾക്ക് മനസ്സിലാകുന്നില്ല, ഭാഗവതത്തിൽ മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതേ, ഇങ്ങനെ 3 തരത്തിൽ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ ആദ്യത്തെ ബ്രഹ്മൻ റിയലൈസേഷൻ കിട്ടുന്നത് ബ്രഹ്മവാദികൾക്കാണ്. അവരെ ജ്ഞാനികൾ എന്ന് പറയും. ആ ജ്ഞാനികൾക്ക് സായുജ്യമടയാനാണ് മോക്ഷമാർഗമായിട്ട് അവർക്ക് താല്പര്യം. കൈവല്യ മോക്ഷം എന്നും പറയും. അതായത് ബ്രഹ്മജ്യോതിസിൽ അലിഞ്ഞു ചേരുക, ഈ പ്രകാശത്തിൽ ലയിക്കുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനെ സായുജ്യ മുക്തി എന്ന് പറയും. മറ്റു 4 മുക്തികളുണ്ട്. ആ മുക്തിയാണ് ഭക്തന്മാര്, ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന ഭക്തന്മാരെ ആഗ്രഹിക്കുന്നത്. സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സാർഷ്ടി എന്ന് പറയുന്ന മറ്റു 4 മോക്ഷവും ഭക്തനെ സംബന്ധിച്ചിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ സായുജ്യ മുക്തി ഒരു ഭക്തനും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം സായുജ്യം അടയുക എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയനായി ഇരിക്കുക എന്നർത്ഥം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സൂര്യരശ്മി ഒരു ഹോളിലൂടെ അകത്തേക്ക് വരുമ്പോൾ ആ സൂര്യരശ്മിയിൽ അനേകം പാർട്ടികൾ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ജീവാത്മാവായ നമ്മളും ഭഗവാന്റെ ശരീരകാന്തിയിൽ ഇങ്ങനെ വിറങ്ങലിച്ചു ഇരിക്കേണ്ടി വരും, ഒരു ക്രിയയും ചെയ്യാൻ പറ്റാതെ. ഭഗവാൻ സദാസമയം ലീലകളാടുന്ന ഭഗവാന്റെ അംശമായ നമ്മളും ബദ്ധജീവാത്മാക്കളായ നമ്മൾ ഓരോരുത്തർക്കും നിഷ്ക്രിയനായിരിക്കാൻ തീരെ പറ്റാത്തൊരവസ്ഥയാണ്. എപ്പോഴും നമ്മൾ ക്രിയേറ്റീവാണ്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഒരിടത്ത് അടങ്ങിയിരിക്കുകയില്ല. അവർ എപ്പോഴും സദാസമയം എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവാത്മാക്കളുടെ സ്വഭാവം. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അനന്ത ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ലീലകൾ ആടുന്ന ഭഗവാന്റെ അംശമായ നമ്മളും ക്രിയേറ്റീവായിട്ടിരിക്കും. പക്ഷെ അവര് ജ്ഞാനികൾ അല്ലെങ്കിൽ ബ്രഹ്മവാദികൾ പറയുന്നു അവർ അതിൽ ലയിക്കും, സായുജ്യമടയും എന്നാണ് പറയുന്നത്. അപ്പൊ സായുജ്യ
മോക്ഷം അല്ലെങ്കിൽ കൈവല്യ മോക്ഷം അടയുന്ന ആ ബ്രഹ്മവാദികളാണ് ആദ്യത്തെ ദൈവത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശമായിട്ടെങ്കിലും ഭഗവാനെ മനസ്സിലാക്കുന്നതിൽ ഭഗവാൻ സന്തോഷമേ ഉള്ളൂ. രണ്ടാമത്തതാണ് പരമാത്മ സ്വരൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കുന്നത്. അത് യോഗികളാണ്, ഉപാസന കാണ്ഡം താണ്ടുന്ന യോഗികളാണ്. അഷ്ടാംഗ യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്ത് സമാധി പൊസിഷനിൽ എത്തുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ ദൈവ ശക്തിയെ അല്ലെങ്കിൽ പരമാത്മ സ്വരൂപനെ മനസ്സിലാക്കുന്നു. കാരണം എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് ഈശ്വര ചൈതന്യം. ആ ചൈതന്യത്തെ യോഗികൾ മെഡിറ്റേറ്റ് ചെയ്യും. അതിനെയാണ് പരമാത്മ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ കടന്നിട്ടാണ് ഈശ്വരനെ, ഭഗവാനെ സാക്ഷാൽ വിഗ്രഹ രൂപത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പേഴ്സണിഫൈഡ് ഫോമില് നമ്മൾ വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നവര് അതിനേക്കാളും കടന്ന, അല്ലെങ്കിൽ ഈ കർമ്മികളെക്കാളും ജ്ഞാനികളെക്കാളും യോഗികളെക്കാളും ശ്രേഷ്ഠരാണ് ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന, പേഴ്സണൽ ഫോമിൽ വർഷിപ്പ് ചെയ്യുന്ന ഭക്തി യോഗികൾ. ഇത് ഭഗവാൻ 6-ാം അധ്യായത്തിൽ, ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോഗിനാം അഭി സർവേഷാം മദ്ഗതേർ അന്തരാത്മന. അതായത് യോഗികളിൽ വെച്ച് എന്നെ വർഷിപ്പ് ചെയ്യുന്നവരാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. അപ്പോ ഭക്തി യോഗികളാണ് കർമ്മികളെക്കാളും ജ്ഞാനികളെക്കാളും യോഗികളെക്കാളും ശ്രേഷ്ഠർ ഭക്തി യോഗികളാണ് എന്ന് അവിടെ വ്യക്തമാക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യമാണ്. ഉത്തരയുടെ ഗർഭത്തിലിരുന്ന ഭ്രൂണത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച അശ്വത്ഥമാവിനെ തലമുണ്ടനം ചെയ്ത് ചിരഞ്ജീവിയായിട്ട് പ്രഖ്യാപിച്ച് വിടുകയും വധിക്കാതെ വിടുകയും ചെയ്തതാണ് കുന്തിമാതയുടെയും ഉത്തരയുടെയും നമ്മുടെ ദ്രൗപദിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിനെ വധിക്കാതെ വിട്ടത്. ദ്രൗപദി പറയുകയുണ്ടായി, ഒരു പുത്രൻ മരിച്ചാലുള്ള ദുഃഖം താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഒരു അമ്മയ്ക്ക്. അപ്പൊ ഈ ദ്രോണാചാര്യരുടെ ഭാര്യയായ കൃപിക്ക് എന്തുമാത്രം ദുഃഖമുണ്ടാവും ഒരേ ഒരു പുത്രനെ വധിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അർജുന ഒരിക്കലും ഈ അശ്വത്ഥമനെ വധിക്കരുത് എന്ന് പറയും ദ്രൗപദി. ആ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അശ്വത്ഥമനെ വധിക്കാതെ ചിരഞ്ജീവിയായിട്ട് അലയാൻ വിട്ടത്. അപ്പൊ ഈ കൽപ്പാന്ത കാലത്തോളം ചിരഞ്ജീവിയായിട്ട് തുടരും അശ്വത്ഥമാവ്. അത് കഴിഞ്ഞിട്ടുള്ള മഹാഭാരതത്തിന്റെ കുറച്ച് ഏടുകള് ഭാഗവത്തിൽ കയറ്റിയിരിക്കുന്നത് ഈ പ്രദേശത്താണ്. 7, 8, 9 അങ്ങനെയുള്ള അധ്യായങ്ങളിലൂടെയാണ് മഹാഭാരതത്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുന്തി ദേവി ആരാണെന്ന് എല്ലാവർക്കും അറിയാം, പാണ്ഡവരുടെ അമ്മയാണ്. ഈ യുദ്ധം എല്ലാം കഴിഞ്ഞു. ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ രാജാവായിട്ട് അഭിഷേകം നടത്തി. ആ അഭിഷേകം നടത്തിയിട്ട് എല്ലാവരും രാജകുമാരന്മാരായി രാജകീയ ആഭരണങ്ങളോടുകൂടി നിൽക്കുമ്പോ ഭഗവാൻ പറയും, നിങ്ങളെ ഏറ്റവും ഇങ്ങനെ കാണാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഭീഷ്മ പിതാമഹനാണ്. അദ്ദേഹം ഇപ്പൊ ശരശയ്യയിലാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേ ആഭരണങ്ങളോടുകൂടി രാജകീയ പ്രൗഢിയോടുകൂടി അദ്ദേഹത്തിനെ പോയി കാണണം എന്ന് പറയും ഭഗവാൻ. അങ്ങനെ എല്ലാ രാജപരിവാരങ്ങളും യുധിഷ്ഠിര മഹാരാജാവും പഞ്ചപാണ്ഡവരും എല്ലാവരും ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് രാജകീയ വേഷത്തിൽ ഭീഷ്മ പിതാമഹനെ പോയി കാണുന്നുണ്ട്. അന്നേരം ഭീഷ്മ പിതാമഹൻ ഭഗവാനെ ദർശിക്കുകയും അന്നേരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യും. വിഷ്ണു സഹസ്രനാമം ആദ്യമായിട്ട് ചൊല്ലിയത് ഭീഷ്മ പിതാമഹനാണ്. അത് ഗൃഹസ്ഥമാക്കിയത് സഹദേവനാണ്. പഞ്ചപാണ്ഡവരിൽ സഹദേവനാണ് അത് ഗൃഹസ്ഥമാക്കുകയും പിന്നീടാണ് അത് നമുക്ക് ലഭിക്കുകയും ചെയ്ത വിഷ്ണു സഹസ്രനാമം. അത്രയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷ്മ പിതാമഹനെ കൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിക്കാൻ ഭഗവാൻ ഏർപ്പെടുത്തിയത്. ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ധർമ്മം നിലനിർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കേണ്ടത്? അപ്പൊ അത് ഭീഷ്മ പിതാമഹൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്റെ ഭക്തനെ കൊണ്ട് തന്നെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ രാജഭരണം ഏറ്റെടുത്തതിന് ശേഷം ഭഗവാൻ പറയാണ്, ഇനി ഞാൻ വിട വാങ്ങുകയാണ്, നിങ്ങളെല്ലാം മംഗളകരമായിട്ട് രാജ്യം ഭരിക്കണം. ഇനി എനിക്ക് ദ്വാരകയിലേക്ക് പോകാൻ സമയമായി. അവിടെ 16,008 ഭാര്യമാര് എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയും. അപ്പോഴാണ് കുന്തിമാത പറയുന്നത്, അല്ലയോ ഭഗവാനെ, അങ്ങുള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ മക്കൾക്ക് ജീവഹാനി വരാതെ ഈ യുദ്ധത്തിൽ വിജയിക്കുവാൻ സാധിച്ചത്. ചെറുപ്പകാലം മുതലേ അച്ഛൻ നഷ്ടപ്പെട്ട ഈ കുട്ടികള് നിരന്തരം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ വന്ന് കൗരവരുടെ എല്ലാ ദുഷ്ടപ്രവൃത്തികൾക്കും ഇരയായി പാത്രീഭവിച്ച് കഷ്ടപ്പാടുകളുടെ ഇടയിലും അങ്ങ് നമ്മളെ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുകൊണ്ട് ഭഗവാനെ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ദുഃഖം മാത്രം തരണേ. അപ്പോഴാണല്ലോ ഞങ്ങൾ ഭഗവാനെ സ്മരിക്കുക.
ആ ദുഃഖത്തിന് അറുതി വരുത്താൻ ഭഗവാൻ നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ദൈവമേ തീർച്ചയായിട്ടും കൃഷ്ണ നീ ഞങ്ങളെ വിട്ടു പോകരുതേ എന്ന് പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തരണമേ എന്ന് ആ കുന്തി ദേവി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു സ്ത്രീകളും പ്രാർത്ഥിക്കില്ല ദുഃഖം തരണേ ദുഃഖം തരണേ എന്ന്. കുന്തിമാത പ്രാർത്ഥിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുന്തിമാത അങ്ങനെ പ്രാർത്ഥിച്ചത്. അടുത്ത അധ്യായം എന്താ പ്രഭു? ആ അതെ, ഭീഷ്മ പിതാമഹനെ ശരശയ്യയിൽ വെച്ച് ഈ പഞ്ചപാണ്ഡവരെല്ലാവരും കൂടെ പോയി ദർശനം എടുക്കുകയും ഭീഷ്മ പിതാമഹന് സ്വയം മരണം വരിക്കാനുള്ളൊരു വരം ഗംഗാദേവിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഗംഗാദേവി എന്ന് പറയുന്ന ഭീഷ്മ പിതാമഹന്റെ അമ്മയാണ്. ആ അമ്മ വിടവാങ്ങുന്ന സമയത്ത് ഭീഷ്മ പിതാമഹന് കൊടുത്ത വരമാണ്, എന്റെ പുത്ര നിനക്ക് ഇഷ്ട മൃത്യു, അതായത് നീ എപ്പോ ആഗ്രഹിക്കുന്നോ അപ്പോൾ മാത്രമേ നിനക്ക് മരണം സംഭവിക്കുള്ളൂ എന്നൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഭീഷ്മ പിതാമഹൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആഗ്രഹം ഉത്തരായനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരായനം എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ കാലാവസ്ഥയുടെ ആ ഉത്തരായനവും ദക്ഷിണായനവും അത് വരാൻ വേണ്ടിയിട്ട്. കാരണം ഉത്തരായനത്തിലുള്ള മരണം വളരെ ഓസ്പീഷ്യസ് ആണെന്നും ദക്ഷിണായനത്തിലെ മരണം അത്ര നല്ലതല്ല എന്നുമാണ് പൊതുവെയുള്ള സങ്കല്പം. അപ്പൊ ഉത്തരായനത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരുന്നു എന്ന് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാല് ആരാണോ ഉത്തരയുടെ ഉള്ളിൽ കടന്ന് ആ ശിശുവിനെ രക്ഷിച്ചത് അവന്റെ വരവിനായി കാത്തിരിക്കുന്നു എന്നും അർത്ഥമുണ്ട്. ഭീഷ്മ പിതാമഹന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ട് മരിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ആ സമയം വരെ കാത്തിരുന്നത്. അങ്ങനെ ഉത്തരായനം എത്തി ഭഗവാൻ പഞ്ചപാണ്ഡവരോടൊപ്പം സർവാഭരണ ഭൂഷിതരായിട്ട് രാജകീയ പ്രൗഢിയോടെ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ നിൽക്കുന്നു. ആ സമയത്താണ് ഭഗവാൻ ഭീഷ്മദേവന് ഇഷ്ട ഭഗവാന്റെ സാന്നിധ്യം കൊടുക്കുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനായിട്ടും ഭീഷ്മ പിതാമഹർക്ക് വൈകുണ്ഠ ലോകനാഥനായ വിഷ്ണുവിലാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ആ ഫോമിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ 4 ഹാൻഡഡ് ഫോമുള്ള വിഷ്ണു രൂപത്തിലാണ് ദർശനം നൽകിയത്. ആ വിഷ്ണു ഫോം കണ്ടുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ വിടവാങ്ങിയത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ കണ്ടുകൊണ്ട് മരിച്ചാൽ വിഷ്ണു ലോകം പോകാം, അപ്പോൾ വൈകുണ്ഠ ലോകത്തെത്താൻ സാധിക്കും. അങ്ങനെ ഭീഷ്മ പിതാമഹൻ ദേഹത്യാഗം ചെയ്യുന്നത് അങ്ങനെയാണ്. സ്വച്ഛന്ത മൃത്യു വരിച്ചത് അപ്രകാരമായിരുന്നു. അതിനെയാണ് ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത അധ്യായം പ്രഭു, 10ാമത്തെ അധ്യായം. അപ്പൊ ഇങ്ങനെ ഭീഷ്മ പിതാമഹൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വിടവാങ്ങാണ്. ഞാൻ പോകുന്നു, എനിക്ക് ദ്വാരകയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്, അവിടെ എന്റെ ഭാര്യമാരെല്ലാം കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും യാത്രയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ യാത്രയാകുന്ന സമയത്ത് ആ ദ്വാരക നമ്മുടെ ഹസ്തിനപുരിയിലുള്ള യുധിഷ്ഠ മഹാരാജാവിന്റെ കൊട്ടാരത്തിലുള്ള സർവ സ്ത്രീകളും മട്ടുപ്പാവിൽ വന്നു നിന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട്, ഭഗവാൻ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ദർശനവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ത്രീജനങ്ങളും മട്ടുപ്പാവിന്റെ മുന്നിൽ വന്നു നിന്ന് ഭഗവാനെ ദർശനം എടുക്കുന്നതായും അവിടെ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നതായിട്ടും അത് ആ അധ്യായത്തിൽ വളരെയധികം മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും വളരെയധികം ആർഭാടപൂർവമായിട്ട് മാവിലകൾ കെട്ടി തോരണങ്ങൾ ചാർത്തിയും വാഴക്കൊലകൾ നിർത്തിയും വളരെയധികം മനോഹരമായിട്ട് അലങ്കരിച്ച രാജവീഥികളും ഇരുവശത്തും ആൾക്കാരെല്ലാവരും ഭഗവാനെ എത്രയോ നാളുകൾക്ക് ശേഷം കാണുന്നതിനായിട്ട് ഒരു നോക്ക് ദർശനം കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തു വരിവരിയായിട്ട് നിൽക്കുന്നതും താലപ്പൊലി ഏന്തിയ കൊച്ചു പെൺകുട്ടികളും ഇങ്ങനെ വളരെ ആർഭാടപൂർവ്വം ഭഗവാനെ ദ്വാരാൽ സംരക്ഷിക്കപ്പെടുകയും അങ്ങനെ യുധിഷ്ഠ മഹാരാജാവ് രാജഭരണം ഏറ്റപ്പോൾ ആ രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ പരീക്ഷിത് മഹാരാജാവ് ഭൂജാതനാവുകയും അതേസമയം മഹർഷിമാരെല്ലാവരും അവിടെ കൂടുകയും ഈ കുട്ടിയുടെ ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഗ്രഹനില ജാതകം അതെല്ലാം കുറിക്കുകയും ചെയ്യും. ആ സമയത്ത് മഹർഷിമാരെല്ലാരും പറഞ്ഞത് യുധിഷ്ഠ മഹാരാജാവിനേക്കാളും സുപ്രസിദ്ധി ആവും ഈ കുട്ടി, അർജുനനെക്കാളും വളരെ കരുത്തുറ്റ ഒരു യോദ്ധാവായിരിക്കും. ഈ 5 അച്ഛന്മാരുടെ മുത്തച്ഛന്മാരുടെയും എല്ലാ സൽ സ്വഭാവങ്ങളും ഒത്തിണങ്ങിയ ഈ കുട്ടി വളരെ നല്ല രീതിയിൽ തന്നെ രാജ്യം ഭരിക്കും, ധർമ്മത്തെ അങ്ങേയറ്റം കാത്തു സംരക്ഷിക്കാനായിട്ട് പ്രയത്നിക്കും. പരീക്ഷിത് മഹാരാജാവിലൂടെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക്
ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ മനസ്സിലാക്കാൻ ഒരു അവസരവും കിട്ടുമെന്നാണ് പ്രഖ്യാപിച്ചത് ആ ജാതക സമയത്ത്, കുറിക്കുന്ന സമയത്ത്. അത് അക്ഷരം പ്രതി അനുസരിക്കുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എപ്രകാരം എന്ന് ചോദിച്ചാൽ പരീക്ഷിത് മഹാരാജാവിലൂടെയാണ് ശ്രീമദ് ഭാഗവതം നമുക്കായിട്ട് ലഭിച്ചത്. ശരിക്കും ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ 1000 നാവുള്ള അനന്തൻ ഗ്ലോറിഫൈ ചെയ്തിട്ടും തീരാത്ത അത്രയും വലുതാണ് ശ്രീമദ് ഭാഗവതം. പക്ഷെ പരീക്ഷിത് മഹാരാജാവിന് മരിക്കാൻ 7 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാത്രിയും പകലും ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്ന് ശ്രമിച്ചതാണ് ഈ നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന 12 സ്കന്ധങ്ങളിലുള്ള ശ്രീമദ് ഭാഗവതം. അപ്പൊ അത്രയും കുറച്ച് ഒരു പോർഷൻ മാത്രമാണ് കലിയുഗത്തിലെ ആൾക്കാർക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് തന്നെ വളരെ അമൂല്യമായിട്ടുള്ള ഒരു ജ്ഞാനമാണ് അതിൽ ഗുപ്തമായിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭാഗവത ധർമ്മം പാലിച്ച് മുന്നോട്ട് ജീവിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹരിബോൽ ഹരേ കൃഷ്ണ. അടുത്ത അധ്യായം പ്രഭു. ആ ഇത് കഴിഞ്ഞിട്ട് യുദ്ധമെല്ലാം അവസാനിച്ചു. രാജാവ് രാജ്യം ഭരിച്ചു. അപ്പോ കുറെ കാലം പാണ്ഡവര് തന്നെ രാജ്യം ഭരിച്ചു. ആ മരണത്തിന് കൗരവരുടെ 101 പുത്രന്മാര് മരിച്ചു കഴിഞ്ഞപ്പോ ധൃതരാഷ്ട്രരായ ഗാന്ധാരിയെയും വല്യച്ഛനും വല്യമ്മയായ അവര് രണ്ടുപേരെയും പാണ്ഡവര് തന്നെയാണ് സംരക്ഷിക്കാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. കാരണം അവരുടെ മക്കളെല്ലാം നാമാവശേഷമായി, ആരും ജീവിച്ചിരിപ്പില്ല. അപ്പൊ അശരണരായ വല്യച്ഛനെയും വല്യമ്മയെയും അവര് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കൊട്ടാരത്തിൽ വളരെ ഉപചാരപൂർവ്വം ആദരിച്ച് ബഹുമാനിച്ച് എല്ലാ ദിവസവും രാവിലെ യുധിഷ്ഠിര മഹാരാജാവ് വന്ന് കണി കാണുന്നത് വല്യച്ഛനെയും വല്യമ്മയാണ്. അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചതിന് ശേഷമാണ് സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ പോവുക. അപ്പൊ അപ്രകാരം അത്രയും സൽഭരണം കാഴ്ച വെച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം യുദ്ധത്തിന് മുമ്പ് വിതുരർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം യമരാജന്റെ ഒരു പുനർജന്മമാണ്. ആ വിതുരർ സദാസമയവും ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ഉപ്പും ചോറും തിന്നതിന്റെ നന്ദി കാണിക്കാനായിട്ട് കൗരവരുടെ കൂടെ നിന്നു എന്ന് മാത്രം, അവരുടെ ഉപ്പും ചോറും കഴിച്ചതുകൊണ്ട്. അപ്പോ അവരുടെ കൂടെ നിന്നിട്ടാണെങ്കിലും മനസ്സുകൊണ്ട് പാണ്ഡവ പക്ഷത്തായിരുന്നു. അപ്പൊ എല്ലായ്പ്പോഴും ദുര്യോധനൻ അവർക്ക് എതിരെ പ്രവർത്തിക്കുമ്പോ അരുതരുതെന്ന് വിലക്കിയിരുന്നത് ഈ വിതുരറായിരുന്നു. പക്ഷേ ഈ രാജ്യം ചോദിച്ചു വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് 5 രാജ്യം കൊടുക്കണം, 5 വീടെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലാക്കിയിട്ട് വിതുരർ പറയുന്നുണ്ടായിരുന്നു, അല്ലയോ ദുര്യോധന, നീ അധർമ്മമാണ് പ്രവർത്തിക്കുന്നത്, ന്യായമായും കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം എന്ന് പറയും. അപ്പോ ഉടനെ ദുര്യോധനൻ പറയാണ്, വെറും ദാസ്യപുത്രനായ നിനക്കെന്ത് കാര്യം രാജ്യകാര്യത്തിൽ ഇടപെടാൻ? നിങ്ങൾക്ക് ഒരു അതിഥിയിലെത്തിയ സമയത്താണ് ഭഗവാന്റെ സദാസമയവും സഹകാരിയായിട്ടിരുന്ന കൂട്ടുകാരനായിട്ടിരുന്ന ആ ഉദ്ധവര് അവരെ കാണാനിടയായത്, വിതുരരുമായിട്ട് സന്ധിക്കാനിടയായത്. അപ്പൊ ഉദ്ധവരെ കണ്ടപ്പോ വിതുരർക്ക് ഭയങ്കര സന്തോഷമായി. ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു പുത്രവാത്സല്യത്തോടു കൂടി ഉദ്ധവരെ ചേർത്ത് നിർത്തിയിട്ട് ഓരോരുത്തരെ പറ്റി അന്വേഷിക്കാണ്. ഭഗവാന്റെ ദ്വാരകയിലുള്ള എല്ലാവരെ പറ്റിയും ചോദിക്കാണ്. രോഹിണി മാതയ്ക്ക് സുഖമാണോ, നന്ദഗോപർക്ക് സുഖമാണോ, അവിടെയുള്ള കുട്ടികൾക്കൊക്കെ സുഖമാണോ, ഭഗവാന്റെ ഭാര്യമാരെല്ലാം സന്തോഷമായിട്ട് ഇരിക്കുന്നു, ഭഗവാൻ എങ്ങനെയുണ്ട് എന്നെല്ലാം ഇങ്ങനെ ഇടമുറിയാതെ ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരെ പറ്റി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഉദ്ധവരുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം ഒഴുകാണ്. കാരണം ഉദ്ധവർക്ക് പറയാൻ പറ്റുന്നില്ല, ഈ ഭഗവാൻ ഈ ലോകം ഉപേക്ഷിച്ചു പോയി, നമ്മളെല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന സത്യം ഈ വിതുരരെ അറിയിക്കാൻ ഭയങ്കരമായുള്ള ഗദ്ഗതത്താൽ പറ്റുന്നില്ല. അപ്പൊ വിതുരർ വീണ്ടും ചോദിക്കാണ്, പറയൂ പറയൂ, എന്താണ് അവിടെ സംഭവിച്ചത്, എനിക്ക് എല്ലാരെയും പറ്റിയും അറിയണം, എന്താണ് ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോ ഉദ്ധവര് പറയുന്നുണ്ട്, ഭഗവാൻ ഈ ലോകം ഉപേക്ഷിച്ചു പോയി എന്ന്. ആ സത്യം കേട്ട മാത്രയില് ഒന്നും ഉരിയാടാൻ പറ്റാതെ വിതുരർ കുറച്ചു നേരം സ്തബ്ധനായിട്ട് നിന്നു. അടുത്ത നിമിഷം പറയാണ്, ഭഗവാൻ പോയ സമയത്ത് എന്താണ് നിനക്ക് തന്ന ഉപദേശം, ദയവായി നീ അത് എനിക്ക് പറഞ്ഞു തരൂ. ഭഗവാൻ പോയപ്പോ നിനക്ക് തന്ന ആ ഉപദേശം എനിക്ക് അതേപടി ശ്രമിക്കണം, അതിനായി ഞാൻ ദാഹിക്കുന്നു, നീ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പൊ ഉദ്ധവര് പറയാണ്, അല്ലയോ വിതുരർ, അങ്ങ് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു പുത്രന് അച്ഛനെ ഉപദേശിക്കാൻ സാധ്യമല്ലാത്തിരിക്കെ ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് ആ ഉപദേശങ്ങൾ തരിക? ഒരു കാര്യം ചെയ്യാം, എന്നോടൊപ്പം ഇതേ ഉപദേശം ശ്രവിച്ച മൈത്രേയ മുനി പ്രഭാസയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിനെ സന്ധിച്ച് അദ്ദേഹത്തിൽ നിന്നും ഞാൻ എന്താണോ ഭഗവാനിൽ നിന്ന് ശ്രവിച്ചത് അതെല്ലാം ശ്രവിച്ചാലും എന്ന് ഉപദേശം നൽകും. അങ്ങനെ വിതുരർ നേരെ മൈത്രേയ മുനിയെ സന്ധിക്കാൻ പോകുന്നുണ്ട്.
ആ മൈത്രേയ മുനിയും വിതുരമായിട്ടുള്ള സംവാദമാണ് 3-ാം സ്കന്ധം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഉദ്ധവര് വിതുരരെ കണ്ടു, ഉപദേശങ്ങളെല്ലാം നൽകി. അവിടുന്ന് ഉദ്ധവര് ഒരു വഴിക്ക് പോയി. വിതുരർ നേരെ വന്നത് ഹസ്തിനപുരിയിലേക്കാണ്. ഹസ്തിനപുരിയില് രാജകൊട്ടാരത്തില് ധൃതരാഷ്ട്രവും ഗാന്ധാരിയും പാണ്ഡവരുടെ ഉപ്പും ചോറും തിന്ന് ഇപ്പൊ നന്ദി കെട്ട മൃഗത്തെ പോലെ, നായയെ പോലെ, നിനക്ക് നാണമില്ല എന്നാണ് ചോദിച്ചത്. ചേട്ടനോട് ചോദിച്ചത്, നീ ഇത്രയും നാണം കെട്ട് ഒരു നിന്റെ മക്കളെ എല്ലാം നിഷ്കരണം വധിച്ച ആ ഭീമന്റെ കൈകൊണ്ട് തരുന്ന ചോറ് വാങ്ങിച്ച് കഴിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇയാൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത്, ശരിയാണല്ലോ, എന്റെ മക്കളെ വധിച്ചവരുടെ സംരക്ഷണയിലാണല്ലോ ഞാൻ കഴിയുന്നതെന്ന് ആലോചിച്ചപ്പോ വളരെയധികം നാണക്കേട് തോന്നുകയും മാത്രമല്ല വിതുരർ അപ്പോൾ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായാൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പുത്രവാത്സല്യത്താൽ ഈ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ മുഴുകിയല്ല ജീവിക്കേണ്ടത്. മനുഷ്യനായ ജീവിക്കാൻ നോക്കൂ, മനുഷ്യനായി മോക്ഷം നേടാൻ ശ്രമിക്കൂ എന്ന് ഉപദേശിക്കുന്ന കേട്ടപ്പോഴാണ് ആ നിന്ന നിലയില് ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിച്ചു പോയത്. നിശബ്ദം പിന്തുടർന്നു വന്ന ഗാന്ധാരിയും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അവര് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അതുവരെയുള്ള ജീവിതചര്യയുടെ ബലത്തിൽ അഗ്നി സ്വയം സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കുകയും കണ്ടുകൊണ്ടു നിന്ന ഗാന്ധാരിയും അതിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്, ഭർത്താവിനെ പിന്തുടർന്ന്. അങ്ങനെ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും ഇഹലോകവാസം സ്വയം വെടിയുകയാണ് ഉണ്ടായത്. അതാണ് വിതുരരുടെ ആ സന്ദർശന ഉദ്ദേശവും. അത് കഴിഞ്ഞ് വീണ്ടും വിതുരർ നോർത്തേൺ സൈഡിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത അധ്യായം ഏതാ പ്രഭു? ആ അതെ. അപ്പോ യുധിഷ്ഠിര മഹാരാജാവ് രാജകൊട്ടാരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് പ്രജകളെല്ലാം നല്ല ആനന്ദഭരിതരാണ്. എല്ലാവർക്കും ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം അർജുനൻ പോയി ശേഖരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അർജുനനെ ധനഞ്ജയൻ എന്ന് ഭഗവാൻ നാമകരണം ചെയ്തത്. രാജസൂയ യജ്ഞം നടത്താനുള്ള ധനവും പ്രജകളെ സംരക്ഷിക്കാനുള്ള ധനവും എല്ലാം അർജുനൻ ഹിമാലയ സാനുക്കളിൽ നിന്ന് സംഭരിച്ചു കൊണ്ടുവരികയുണ്ടായി. അപ്പോ ആ അർജുനന്റെ സംരക്ഷണയിലും എല്ലാം രാജ്യഭരണം നന്നായിട്ട് നടക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് പറയും, നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കുറെ നാളുകൾക്ക് ശേഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നിട്ട് ദ്വാരകയിലേക്ക് പോയല്ലോ, എന്താണ് അവിടുത്തെ വിവരങ്ങൾ, ഒന്ന് അന്വേഷിച്ചു വരാൻ അർജുനനെ പറഞ്ഞയക്കുന്നു. അപ്രകാരം അർജുനൻ നേരെ ദ്വാരകയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞിട്ടും അർജുനൻ തിരിച്ചു വരുന്നില്ല. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവിന് സന്ദേഹമായി, എന്താണ് അർജുനൻ ഇതുവരെയും തിരിച്ചു വരാത്തത്? ഭീമനോട് പറയാണ്, അല്ലയോ ഭീമ, അർജുനൻ പോയിട്ട് ഒത്തിരി നാളായി, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. എന്റെ മനസ്സിനല്ലാതെ ഒരു വ്യാകുലത വ്യാപിച്ചിരിക്കുന്നു, മനസ്സിന് ഒരു സമാധാനം തോന്നുന്നില്ല, എന്തോ ആപത്ത് പിണഞ്ഞതായി എന്റെ മനസ്സ് പറയുന്നു. നോക്കൂ, കഴുതകളെല്ലാം കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇതൊക്കെ അപലക്ഷണം കെട്ട രീതിയിലാണ്. കുറുക്കൻ ഓരിയിടുന്നു, പിന്നെ പശു തിരിഞ്ഞു നടക്കുന്നു, പാൽ ചുരത്തുന്നില്ല, രാജ്യത്തൊക്കെ ദുശഗുണങ്ങൾ അവിടെ അവിടെ കണ്ടു തുടങ്ങി. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് ഭയമാകുന്നു, അർജുനനെയും ഇതുവരെയും കണ്ടില്ല, ഭീമ നീ ഒന്ന് പോയി അന്വേഷിക്കൂ എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്താണ് തല കുനിച്ചു നടന്നു വരുന്ന അർജുനനെ കാണുന്നത്. അപ്പോ വില്ലാളി വീരനായ, എവിടെയും യോദ്ധാവായിട്ട് നിന്ന് പൊരുതി ജയിച്ചിട്ടുള്ള യുദ്ധവീരനായ അർജുനൻ തലയും കുനിച്ചു വരുന്നത് കണ്ടപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കാണ്, എന്തു പറ്റി അർജുന, നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, എന്താണ് കാര്യം പറയൂ, ദ്വാരകയിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോ അർജുനൻ എല്ലാം പറയാണ്. ജ്യേഷ്ഠ, നമ്മളോടൊപ്പം ഇത്രയും നാള് നമ്മുടെ എല്ലാ വിജയത്തിനും എല്ലാ സങ്കടങ്ങൾക്കും കൂട്ടുനിന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ കതുകിന് പിന്നിൽ മറഞ്ഞു നിന്ന കുന്തി മാത തൽക്ഷണം ആ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. ഭഗവാൻ ഇല്ലാത്ത ലോകത്ത് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല എന്ന ദൃഢനിശ്ചയത്തോടെ കുന്തി മാത ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ പറ്റി, തിരോധാനത്തെ പറ്റി അർജുനൻ പറയുന്ന കേട്ടപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് സഹിക്കാനായില്ല. അദ്ദേഹം ഒരക്ഷരം ഉരിയാടാതെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അദ്ദേഹത്തിനെ അനുഗമിച്ച് അർജുനൻ പോയി, പിറകെ നിന്ന് ഭീമനും പോയി, പഞ്ചപാണ്ഡവരും പോയി. 5 ഭർത്താക്കന്മാരും പോകുന്ന കണ്ടപ്പോൾ ദ്രൗപദിയും പിറകെ പോയി. സ്വർഗാരോഹണം എന്ന മഹാഭാരതത്തിന്റെ പോർഷനിൽ അവിടം വരെ പറഞ്ഞു നിർത്തുന്നുണ്ട്. അതിൽ നിന്നൊരു ചെറിയ ഏടാണ് ഭാഗവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ബാക്കി വിശദ വിവരങ്ങൾ മഹാഭാരത കഥകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ പ്രഭു, അടുത്ത അധ്യായം പറയൂ പ്രഭു. അതും കൂടെ കവർ ചെയ്തു. ഓക്കെ. അപ്പോ 5 പഞ്ചപാണ്ഡവര് കൊട്ടാരം ഉപേക്ഷിച്ചു പോയി.
ആ പോകുന്നതിന് മുമ്പായിട്ട് പരീക്ഷിത് മഹാരാജ എന്ന പുത്രന്റെ പൗത്രനായ ആ പരീക്ഷിത് മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു, ചക്രവർത്തിയായി അവരോധിച്ചു. അപ്പോൾ സംരക്ഷണം മൊത്തം പരീക്ഷിത് മഹാരാജാവ് ഏറ്റെടുത്തു, രാജ്യത്തിന്റെ സംരക്ഷണം മൊത്തം ഏറ്റെടുത്തു. അപ്രകാരം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു, നല്ല രീതിയിൽ തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നായാട്ടിനായിട്ട് പോയ ചക്രവർത്തി വഴിയരികില് ഒരു കറുത്ത സത്വം നിന്ന് പശുവിനെയും കാളയെയും ഉപദ്രവിക്കുന്നത് കണ്ടു. അപ്പോ ഒരു കാരണവശാലും പശുക്കളെയോ മൃഗങ്ങളെയോ ഉപദ്രവിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിന് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഗോമാത, ആ ഗോമാതയെ മാക്സിമം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും കടമ. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്ഥാനമാണ് പശുക്കൾക്കുള്ളത്. കാരണം നമ്മുടെ ശിശുക്കൾക്ക് അമ്മയുടെ പാല് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം പശുവിന്റെ പാലാണ് കൊടുക്കുക. ഡോക്ടർമാരെല്ലാം ഉപദേശിക്കുന്നതും അതാണ്. പശുവിന്റെ പാലില് നമ്മുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള എസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പശുവിനെ നമ്മുടെ അമ്മയായിട്ട് തന്നെ കണക്കാക്കണം. അങ്ങനെ അമ്മയെ പോലെ കണക്കാക്കുന്ന ആ ഗോമാതയെയും ആ ഭർത്താവായ കാളയെയും ഒരു കറുത്ത സത്വം, രാജകീയ വേഷമാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ കറുത്തിരുണ്ട രൂപമാണ്, അത് ആക്രമിക്കുന്നു, അടിക്കുന്നു. ആ കാളയ്ക്കാണെങ്കിൽ വെറും 3 കാലുകളും ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്, ഒരു കാലിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ പശുവും അങ്ങനെ തന്നെ നിൽക്കാൻ ഒന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ പശുവിനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ പരീക്ഷിത് മഹാരാജാവിന് സഹിച്ചില്ല. പരീക്ഷിത് മഹാരാജാവ് ഒറ്റ ചാട്ടത്തിന് തന്നെ ആ കലി സത്വത്തെ പിടിച്ചു, ആ കറുത്ത ഇരുണ്ട രൂപത്തെ പിടിച്ച് കൊല്ലാനായിട്ട് വാൾ ഓങ്ങിയതാണ്. ഉടനെ തന്നെ ഈ കറുത്തിരുണ്ട രൂപം പരീക്ഷിത് മഹാരാജാവിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. അപ്പൊ ഒരു രാജാവിനെ ആരാണോ സറണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ അഭയം തേടുന്നത് ആ വ്യക്തിയെ ഒരു കാരണവശാലും രാജാക്കന്മാർ വധിക്കാറില്ല. അപ്പോ വാൾ ഓങ്ങിയ പരീക്ഷിത് മഹാരാജാവ് വാള് തിരിച്ച് ഉറയിലേക്ക് ഇട്ടിട്ട് ആ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്ന ആ കലി സത്വത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കും, ആരാണ് നീ, സത്യം പറയൂ എന്ന് പറയും. അപ്പൊ പറയും, ഞാൻ കലി പുരുഷനാണ്, നീ എന്തിനാണ് ഈ കാളയെയും പശുവിനെയും ഉപദ്രവിച്ചോന്ന് ചോദിക്കും. അപ്പൊ പറയാണ്, എന്റെ ധർമ്മമാണത്, കലിധർമ്മം അത് തന്നെയാണ്. എല്ലാ മൃഗങ്ങളെയും എല്ലാ മനുഷ്യരെയും എല്ലാ സന്യാസിമാരെയും എല്ലാ നല്ലവരെയും ഉപദ്രവിക്കുക എന്നത് എന്റെ ഒരു ഹോബിയാണ്. എനിക്ക് വിഷ്ണുവായി തന്നുകൊണ്ട് ഒരു 4 സ്ഥലങ്ങളിൽ വസിച്ചു കൊള്ളാൻ അനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷെ ആ 4 സ്ഥലങ്ങളും ഞാൻ ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ചോദിക്കുക, ഏതൊക്കെയാണ് ആ സ്ഥലങ്ങളെന്ന്. അതായത് വഴിപഴിച്ച് സഞ്ചരിക്കുന്ന സ്ത്രീകളെ കൂടെ കലി എല്ലാ സമയവും കൂടെ കൂടും. അവിടെ എന്നും വഴക്കും വക്കാണുമായിരിക്കും, കലി കൂടെ ഉള്ളത് കൊണ്ട്. അതുപോലെ ചൂതാട്ടം നടക്കുന്നിടത്ത്, എവിടെ ചൂതാട്ടം നടക്കുമോ അവിടെ അടി കലശിലേ അവസാനിക്കുള്ളൂ, അവിടെ കലിയുടെ വാസസ്ഥാനമാണ്. അതുപോലെ വീടിനകത്ത് എവിടെ ശുദ്ധിയില്ലാതെ മൂലയ്ക്ക് ചപ്പു ചവറുകൾ കൂട്ടിയിടുന്നുവോ അവിടെ കലിയുടെ വാസമുണ്ടാവും. അതുകൊണ്ടാണ് സദാസമയം നമ്മുടെ ഗൃഹം എല്ലായ്പ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്, കലിയുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ. അങ്ങനെ 4 സ്ഥലങ്ങളിലേക്ക് കലിക്ക് വസിക്കുവാനുള്ള അനുവാദം വിഷ്ണുവിനാൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പറയാണ്, എനിക്ക് പരീക്ഷിത് മഹാരാജാവിന്റെ കൃപ കൊണ്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം തരൂ, ഞാൻ അവിടെ വസിക്കട്ടെ എന്ന് പറയും. അപ്പോ പരീക്ഷിത് മഹാരാജാവ് പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനധികൃതമായി ആര് സ്വർണം കയ്യിൽ വച്ചിരിക്കുന്നുവോ, അനധികൃതമായിട്ട് അതായത് കള്ളത്തനത്തിലൂടെ നേടുന്ന ധനത്തിൽ നീ വസിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പൊ കള്ളത്തനത്തിലൂടെയോ അല്ലെങ്കിൽ അപകടത്തിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ സ്വന്തമാക്കുന്ന ആ സ്വത്തില് തീർച്ചയായിട്ടും കലി ഉണ്ടാകും. അപ്പോ കലി നോക്കിയപ്പോ പരീക്ഷിത് മഹാരാജാവിന്റെ തലയിലിരുന്ന കിരീടം ശിശുപാലന്റെ കിരീടമായിരുന്നു. യുദ്ധത്തിൽ അവസാനിച്ച് യുദ്ധമെല്ലാം കഴിഞ്ഞു. അപ്പൊ രാജാക്കന്മാരെല്ലാം വധിച്ചിട്ട് അവരുടെ ആടയാഭരണങ്ങള്, പിന്നെ അമ്പും വില്ലും അസ്ത്രങ്ങള്, ഇതെല്ലാം ആ രാജ്യക്കാർക്ക് അവകാശപ്പെട്ടതാണ്, രാജ്യഭരണാധികാരികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരതെല്ലാം കൊണ്ടുപോയി ഖജനാവിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ച കൂട്ടത്തിൽ ഇരുന്ന ഒരു കിരീടം എടുത്ത് തലയിൽ വെച്ചിട്ടാണ് പരീക്ഷിത് മഹാരാജാവ് നായാട്ടിനായി പോയത്. അപ്പോഴാണ് ഈ കലിപുരുഷൻ കാണുന്നത് ഭഗവാന്റെ തലയിൽ ഇരിക്കുന്ന കിരീടം വില കൂടിയ രത്നങ്ങളും സ്വർണവും ഒക്കെ അലങ്കരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇത് ശിശുപാലൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അധർമ്മിയായിരുന്നു, അയാളുടെ കിരീടമാണ്. അപ്പോൾ ഇത് തന്നെ തക്കം എന്ന് വിചാരിച്ചിട്ട് കലിപുരുഷൻ നേരെ ആ കിരീടത്തിലേക്ക് ചാടി വാസം ഉറപ്പിച്ചു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞു, ഈ കിരീടം എല്ലാം കൊണ്ട് കൊട്ടാരത്തിൽ വെച്ചു. അത് കഴിഞ്ഞ് വേറൊരു ദിവസം ഇതുപോലെ പരീക്ഷിത് മഹാരാജാവ് അതേ കിരീടം തന്നെ എടുത്ത് തലയിൽ ചൂടിക്കൊണ്ട് വീണ്ടും നായാട്ടിന് പോയ സമയത്ത് ഈ കലിപുരുഷൻ രാജാവിനെ ആക്രമിക്കാൻ തുടങ്ങി, നിശബ്ദം. അപ്പൊ പക്ഷേ രാജാവ് അറിയുന്നില്ല, ചക്രവർത്തി അറിയുന്നില്ല. കലിയുടെ ആക്രമണം ഉണ്ടായപ്പോഴാണ് രാജാവിന് എന്തെന്നില്ലാത്ത വിശപ്പും ദാഹവും.
ഒപ്പം ദേഷ്യം വരാൻ തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ. അപ്പൊ കലി ബാധിച്ചു തുടങ്ങി രാജാവിനെ. ഈ സമയത്ത് രാജാവ് ചുറ്റിനും നോക്കി, എവിടുന്നെങ്കിലും എനിക്ക് കുറച്ച് ദാഹജലം കിട്ടുമോ എന്ന്. നോക്കിയപ്പോ ഒരു മഹർഷി കഠിന തപസ്സിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ കുറച്ചു നേരം നിന്നു. സാധാരണ മഹർഷിമാര് ജ്ഞാന ദൃഷ്ടിയാൽ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹം അതികഠിനമായ തപസ്സിനാൽ രാജാവ് വന്നതോ നിൽക്കുന്നതോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അപ്പോ രാജാവിന് ഭയങ്കര ദേഷ്യം തോന്നി. അയാളുടെ ആശ്രമത്തിന് മുന്നിൽ ഞാൻ വന്നിട്ടും ചക്രവർത്തിയായിരിക്കുന്ന എന്നെ ഒട്ടും പരിഗണിക്കാതിരുന്നപ്പോ രാജാവിന് കലിയും കൂടെ ബാധിച്ച അവസ്ഥയില് അങ്ങേറ്റത്തെ ദേഷ്യം വരികയും നാലു ചുറ്റും നോക്കിയപ്പോ ഒരു ചത്ത പാമ്പിനെ കണ്ടത് അമ്പ് കൊണ്ട് കോരിയെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് അണിയിച്ചിട്ട് അവിടെ വിട്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് ആ തപസ്സിരുന്ന മഹർഷിയുടെ പുത്രൻ 5 വയസ്സുള്ള ശൃംഗി എന്ന് പറയുന്ന ഒരു ബാലൻ തൊട്ടടുത്ത അരുവിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് കണ്ടത് തപസ്സിരിക്കുന്ന മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ടപ്പോ ആ കുട്ടിക്കൊട്ടും സഹിച്ചില്ല. അവൻ പറഞ്ഞു, ആരാണോ ഈ കൃത്യം ചെയ്തത് അയാളെ 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ, തക്ഷകനാൽ വധിക്കപ്പെടട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കേട്ടിട്ടാണ് ആ അച്ഛൻ കണ്ണു തുറന്ന് നോക്കിയത്. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി മോനെ, നീ ഇത്ര നിലവിളിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കും. അല്ലയോ പിതാവേ, അങ്ങയുടെ കഴുത്തിൽ ഇതാ ജഡവസ്തുവിനെ അണിയിച്ചിരിക്കുന്നു, ആരാണ് ഈ ക്രൂര അപരാധം ചെയ്തതെന്ന് ചോദിക്കും. ആരായാലും ശരി, ഞാൻ അയാളെ നല്ല കണക്കിന് ശപിച്ചിട്ടുണ്ട്, അത് അയാൾക്ക് ഏൽക്കുക തന്നെ ചെയ്യും എന്ന് പറയും. അപ്പോഴാണ് ആ അച്ഛൻ ജ്ഞാന ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്, പരീക്ഷിത് മഹാരാജാവാണ്. അപ്പൊ പറയും, പുത്രനോട് പറയും, അല്ലയോ പുത്ര, നീ ചെയ്തത് മഹാ അപരാധമായി പോയി. നമ്മുടെ രാജ്യം നമ്മളെ സംരക്ഷിക്കുന്ന സാക്ഷാൽ പരീക്ഷിത് മഹാരാജാവിനെയാണ് നീ ശപിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ശാപം ഫലിക്കാൻ പാടില്ല. നീ ഇപ്പൊ തന്നെ പോയി രാജാവിനോട് ക്ഷമാപണം നടത്തണം എന്ന് പറയും. അദ്ദേഹം അത്രയും ദയാലുവാണ്, അത്രയും ചക്രവർത്തിയാണ്, അത്രയും നല്ലൊരു ഭക്തനുമാണ്. അങ്ങനെയുള്ള ഒരു രാജാവിനെ നീ ശപിച്ചത് തെറ്റായി പോയി എന്ന് പറയും. ഉടനെ തന്നെ ആ കുട്ടി പോവും, കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനെ മുഖം കാണിച്ചിട്ട് പറയും, അറിഞ്ഞോ അറിയാതെയോ ഞാൻ അങ്ങയെ ശപിച്ചു പോയി, ഞാൻ ആ ശാപം പിൻവലിക്കാൻ തയ്യാറാണ്, എന്റെ അച്ഛൻ ഉപദേശിച്ചു, ഞാൻ ഇങ്ങനെ അങ്ങയെ ശപിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ രാജാവ് രാജകീയ പദവിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ആ കൊച്ചു കുട്ടിയെ, അത് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം വണങ്ങിക്കൊണ്ട് പറയാണ്, അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങയുടെ ശാപം ഫലിക്കുക തന്നെ വേണം. ഒരു ശാപവും ആരും പിൻവലിക്കാൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഈ കുട്ടി കാണിച്ച ആ മഹാമനസ്കതയെ ഞാൻ നമിക്കുന്നു. എന്തായാലും ഞാൻ ചെയ്തത് മഹാ അപരാധം തന്നെയാണ്. കുട്ടിയുടെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇടാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു. ഞാൻ ആ അപരാധത്തിന് ശിക്ഷ അർഹിക്കാൻ അർഹൻ തന്നെയാണ്. ഞാൻ അങ്ങയുടെ ശാപവാക്കുകൾ യഥോചിതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ തന്നെ തന്റെ പുത്രനായ ജനമേജയനെ വിളിച്ച് രാജ്യഭാരവും ഏൽപ്പിച്ച് സിംഹാസനവും ഏൽപ്പിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ആ കൊട്ടാരം വിട്ടു പോവുകയാണ് ചെയ്തത് പരീക്ഷിത് മഹാരാജാവ്. ഹരേ കൃഷ്ണ. അടുത്ത അധ്യായം ശുക ആഗമനം. ഇങ്ങനെ പോയ പരീക്ഷിത് മഹാരാജാവ് ഒരു പർണശാല കെട്ടിയിട്ട് അവിടെ സന്യാസികളെയും മഹർഷിമാരെയും എല്ലാം ക്ഷണിച്ച് അവിടെ ഇങ്ങനെ ഒരു സദസ്സിൽ കൂടിയിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞാനിനി ഈ വെറും 7 നാളുകളെ ഉള്ളൂ എന്റെ മുന്നിൽ, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം മഹർഷിമാരെല്ലാരും കൂടെ കൂടി ആലോചിച്ചിട്ട് പറയും, ഏറ്റവും ഉത്തമം സാക്ഷാൽ ഭഗവാനെ തന്നെ സ്മരിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് പറയും. ആ സമയത്താണ് ശുക മഹർഷി അതുവഴി വരുന്നത്. ശുക മഹർഷി എന്ന് പറഞ്ഞാല് വ്യാസദേവന്റെ പുത്രനാണ്. വ്യാസദേവന്റെ പുത്രനായ ശുഗബ്രഹ്മൻ 17 വർഷത്തോളം സ്വന്തം ഭാര്യയുടെ വ്യാസദേവന്റെ ഭാര്യയുടെ ഗർഭത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ ശിശു പുറത്തു വരാൻ വളരെയധികം വിഷമം കാണിച്ചു. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിന്റെ മായ പെട്ട് ഞാനും ഭഗവാനെ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ പുറത്തു വരുന്നില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ആ കുട്ടി ഗർഭത്തിൽ തന്നെ ഇരുന്നു. ആ സമയത്താണ് വ്യാസദേവന് വിഷമം തോന്നി, തന്റെ ഭാര്യ ഇത്രയും വർഷം കൊണ്ട് ഗർഭം പേറി നടക്കുന്നു, ആ ശിശു വല്ലവിധനെ പുറത്തു വന്നേ തീരൂ എന്ന് തീരുമാനിച്ചിട്ട് നേരെ ദ്വാരകയിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു പറയും, അല്ലയോ ഭഗവാനെ, എന്റെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ ശിശു പുറത്തു വരേണ്ടതുണ്ട് എന്ന് പറയും. അപ്പൊ ഭഗവാൻ സ്വയം അവിടേക്ക് എഴുന്നള്ളി ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശുവിനോട് പറയും, അല്ലയോ ശിശുവെ, ഞാനിതാ നിനക്ക് വാക്ക് തരുന്നു, നീ ധൈര്യപൂർവ്വം പുറത്തു വരൂ, നിന്നെ മായ ഒരു കാരണവശാലും പിടികൂടില്ല എന്നൊരു വാക്ക് ഭഗവാൻ കൊടുക്കും. അപ്പോ ഗർഭത്തിലിരിക്കുന്ന ആ ശുഗബ്രഹ്മൻ കേൾക്കുന്നത് ഭഗവാന്റെ ശബ്ദമാണ്. അപ്പൊ ശബ്ദത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന, ഓങ്കാര ബ്രഹ്മത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ബ്രഹ്മൻ റിയലൈസേഷനാണ് ശുഗമുനിക്ക് ആദ്യം ലഭിച്ചത്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശുഖബ്രഹ്മൻ എന്ന് പറയുക, അല്ലെങ്കിൽ ബ്രഹ്മവാദിയാണ് മഹാമുനി. അപ്പൊ അദ്ദേഹം ആ ഗർഭാവസ്ഥയിൽ നിന്നും 17 വർഷത്തോളം ഇരുന്ന ആ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരികയും ഉടനെ തന്നെ ആ ശിശു പൂർണ്ണ വളർച്ചയെത്തി 17 ബാലന്റെ രൂപത്തിലാവുകയും ആ ബാലൻ ഉടുതുണി പോലും ധരിക്കാതെ പൂണൂൽ കർമ്മം പോലും നടത്താൻ നിൽക്കാതെ നേരെ വനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ വനത്തിലേക്ക് ഗമിച്ച ആ ബ്രഹ്മൻ 2-3 കുട്ടികൾ അവിടെ നിന്ന് പൂവിറക്കുന്നത് കണ്ടു. അപ്പോ ആ പൂവിറക്കുന്ന സമയത്ത് അവര് ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് പൂവിറുത്തുകൊണ്ടിരുന്നത്. ആ ശ്ലോകം ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധത്തിലെ ശ്ലോകമായിരുന്നു. അതായത് വിഷം പുരട്ടിയ പാല് കൊടുക്കാൻ ശ്രമിച്ച രാക്ഷസിയെ പോലും പൂതനയെ പോലും അമ്മയുടെ സ്ഥാനം കൽപ്പിച്ച ആ മഹാനുഭാവനെ പറ്റിയാണ് ആ കുട്ടികൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടേയിരുന്നത്. അത് കേട്ടപ്പോ ഈ ശുഖബ്രഹ്മന് ഒരു സംശയം തോന്നി. നിങ്ങൾക്കിത് എവിടുന്ന് ഈ ജ്ഞാനം കിട്ടി? ആരാണ് നിങ്ങളെ ഈ ജ്ഞാനം അഭ്യസിപ്പിച്ചത്? ആരാണ് ഈ പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനം കൽപ്പിച്ച ആ ദിവ്യൻ ആരാണ്? ദയവായി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പൊ ആ കുട്ടികൾ പറയും, ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അപ്പോ ഇദ്ദേഹം പറയും, എനിക്ക് ആ ഗുരുവിനെ എത്രയും പെട്ടെന്ന് സന്ധിക്കണം, അദ്ദേഹത്തിൽ നിന്ന് വിശദമായി എനിക്ക് ആ പരമദിവ്യോത്തമ പുരുഷനെ പറ്റി മനസ്സിലാക്കണം എന്ന് പറയും. അങ്ങനെ ആ കുട്ടികൾ ഈ ശുഖബ്രഹ്മനെ കൂട്ടിക്കൊണ്ടുവരും. നേരെ കൂട്ടിക്കൊണ്ടുവന്നത് വ്യാസദേവന്റെ മുന്നിലാണ്. വ്യാസദേവൻ അതീവ സന്തോഷമായി തന്റെ പുത്രൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ശുഖബ്രഹ്മൻ നേരെ സാഷ്ടാംഗം വീണിട്ട് വ്യാസദേവനോട് പറയാണ്, അല്ലയോ പിതാവേ, ഇപ്പോൾ അങ്ങന്റെ ഗുരുവാണ്, ദയവായി ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ജ്ഞാനം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയും. അവിടെ തന്നെ ചമ്രം പടിഞ്ഞിന് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് വ്യാസദേവനിൽ നിന്ന് ശ്രീമദ് ഭാഗവതം അങ്ങേറ്റം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വ്യാസദേവൻ നിർഗമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അതെല്ലാം ഗൃഹസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം കുറെ മനസ്സിലാക്കിയതിനു ശേഷം ശുഖബ്രഹ്മൻ വീണ്ടും വനത്തിലേക്ക് പോവുകയും ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഹസ്തിനപുരിയിലെത്തി. ഇവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ പർണശാലയ്ക്ക് മുന്നിലൂടെ നടക്കുന്ന സമയത്താണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് 7 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന ആലോചനയിൽ ഇരിക്കുന്നത്. കൂടെ കുറെ മഹർഷിമാരും ഉണ്ടായിരുന്നു. നാരദ മഹർഷിയുണ്ട്, മൈത്രേയ മുനിയുണ്ട്, പരാശര മുനിയുണ്ട്, വ്യാസദേവനുണ്ട്. ഇങ്ങനെ ശ്രേഷ്ഠ മഹർഷിമാരെല്ലാം ആ അസംബിൾഡ് സേജസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ശുഖബ്രഹ്മൻ വരുന്നത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി, ഇദ്ദേഹം അതിമാനുഷിക ശക്തിയുള്ള യഥാർത്ഥ സന്യാസി വര്യനാണ്, ഇദ്ദേഹത്തിനെയാണ് നമ്മൾ യഥോചിതം ആചരിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് പരീക്ഷിത് മഹാരാജാവ് ആ പർണശാലയിൽ നിന്നും വെളിയിൽ വന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി 17-18 വയസ്സ് പ്രായത്തിലുള്ള പരിപൂർണ നഗ്നനായിട്ടുള്ള ആ ശുഖബ്രഹ്മൻ വരുന്നത് കണ്ടപ്പോ ആളുകൾക്ക് ഒരു കളിയാക്കാനും ഒരു ഭ്രാന്തൻ പോകുന്നുള്ള മട്ടില് കല്ലെറിയാനും കൂക്കി വിളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറെ സ്ത്രീകളും കുട്ടികളൊക്കെ ആ മഹർഷിയുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവ്, ഈ രാജ്യത്തിന്റെ തന്നെ അധിപനായ രാജാവ് സാഷ്ടാംഗം പ്രണമിക്കുന്ന കണ്ടപ്പോഴാണ് ആ കൂടി വന്നവർക്ക് മനസ്സിലായത്, ഇദ്ദേഹം സാധാരണ ഒരു വെറും പൊട്ടനല്ല, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനല്ല, ഇദ്ദേഹം അതിമാനുഷിക ശക്തിയുള്ള മഹർഷിയാണ്, മുനിയാണ് എന്നവർക്ക് മനസ്സിലായത്. അങ്ങനെ അവരും ക്ഷമാപണം നടത്തിക്കൊണ്ട് അവർ പിന്തിരിഞ്ഞു. പരീക്ഷിത് മഹാരാജാവ് ശുഖബ്രഹ്മനെ അകത്തേക്ക് ആനയിച്ച് വ്യാസാസനത്തിൽ ഉപവിഷ്ടനാക്കി പാദസേവ നടത്തിയിട്ട് പതിയെ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മൻ, ഞാൻ ഇനിയിപ്പോൾ മരിക്കാൻ 7 നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമുക്ക് ഭാഗവതം മുഴുവൻ വിവരിച്ചു തരുന്നത്. ഈ 6 ചോദ്യങ്ങൾ ചോദിച്ചത് നൈമശരണ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ മഹർഷിമാർ ഒത്തുകൂടി കലിയുഗത്തിലെ ആൾക്കാർക്ക് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ആലോചിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന സൂതഗോസ്വാമിയോട് ചോദിക്കുന്നതാണ് 6 ചോദ്യങ്ങൾ. ഇപ്പോ ആ 6 ചോദ്യങ്ങളുടെ ഒരു അന്തസത്ത പോലെ പരീക്ഷിത് മഹാരാജാവ് ആദ്യമായിട്ട് ചോദിക്കുകയാണ് ശുഖബ്രഹ്മനോട്, അല്ലയോ മഹർഷിയെ, ഞാൻ 7 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മരണാസന്നനായിരിക്കുന്ന ഒരു വ്യക്തി അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്, ജനിച്ചാൽ മരിക്കും. പക്ഷെ അത് എന്ന് നമുക്ക് തിരിച്ചറിയില്ല. പക്ഷെ പരീക്ഷിത് മഹാരാജാവിന് ആ കുട്ടിയുടെ ശാപം കാരണം 7 നാളുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഈ 7 ദിവസം കൊണ്ട് മാക്സിമം ഏറ്റവും നല്ലത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നായിരുന്നു ആദ്യമായിട്ട് ചോദിച്ചത്. അപ്പൊ ശുഖബ്രഹ്മന് ഭയങ്കര സന്തോഷമായി. ഒരു മനുഷ്യൻ ആദ്യം അന്വേഷിക്കേണ്ടത് അതാതോ ബ്രഹ്മ ജിജ്ഞാസ, ബ്രഹ്മത്തെ അറിയണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം, ആ ശക്തിയുടെ ഉറവിടം എവിടെയാണ് എന്നും തിരിച്ചറിയണം. ഇതാണ് ഒരു
ബുദ്ധി പ്രയോഗിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം ജിജ്ഞാസു ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ശുഖബ്രഹ്മൻ പറയാൻ തുടങ്ങി ശ്രീമദ് ഭാഗവതം ഭഗവാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ധർമ്മ സാക്ഷാൽ ഭഗവത് പ്രണീതം. അതായത് ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പരീക്ഷിത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ഊണും ഉറക്കവുമില്ലാതെ ശുഭബ്രഹ്മൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പരീക്ഷിത് മഹാരാജാവ് അത് ശ്രവിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം എന്നുള്ള ആ പ്രോസസ്സിലെ ആദ്യത്തെ 2 എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ശുഭബ്രഹ്മനെയും പരീക്ഷിത് മഹാരാജാവിനെയും പറഞ്ഞു തരുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. അടുത്ത അധ്യായം ഏതാ പ്രഭു? കഴിഞ്ഞു. 1 കാരണക്കടല്. ആ കാരണക്കടലിന്റെയും ഭൗതിക ലോകത്തിൽ. ഹരേ കൃഷ്ണ, താങ്ക് യു ഹരിബോൽ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ, താങ്ക് യു.